ഹരി ഓം. നമസ്തേ. നമ്മൾ ഇന്ന് ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ആശ്രമത്തിലേക്ക് വന്ന ഒരു ശബ്ദ സന്ദേശം, ഒരു ചോദ്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു വീഡിയോ നമ്മൾ കാണുകയും ചെയ്തപ്പോൾ അത് എല്ലാവരുമായിട്ടൊരു മറുപടിയായിട്ട് പറയാം എന്ന് ഈ ചോദ്യകർത്താവിൻ്റെ ആഗ്രഹം കൂടിയാണ്. അപ്പോൾ ചോദ്യം എന്താ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാം. ഈ ചോദ്യം എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ എന്ന് ഒരു വോയിസ് പ്ലേ ചെയ്തിട്ടുണ്ട്. ശബ്ദം എല്ലാവർക്കും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. വിവാദങ്ങളിൽ മാത്രം കണ്ടുള്ള ചണ്ടാളം ചണ്ട നമസ്കാരം. ഇപ്പോ നമ്മളെ സന്ദീപാനന്ദ ഗിരി സ്വാമി, ഈ അദ്ദേഹം എനിക്ക് തോന്നുന്നിപ്പോ ഏതോ വിദേശ രാജ്യത്താണ് തോന്നുന്നു. എന്താ അവിടെ പുതിയതായിട്ട് ഒരു സീരീസ് ആയിട്ട് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ചില വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതില് ഒരു വീഡിയോയിൽ ഈ പഞ്ചമകാര സാധനങ്ങളെ കുറിച്ചിട്ട് സ്വാമി വിവേകാനന്ദുമായിട്ട് ചേർത്ത് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ അതില് പഞ്ചമകാര സാധനം നടക്കുന്ന ഒരു സ്ഥലത്ത് വിവേകാനന്ദ സ്വാമികൾ അറിയാതെ കയറി ചെല്ലി അവരദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് ഇത്തരം സാധന മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഒരു ആഖ്യാനം കേട്ടു. അപ്പോ പൊതുവെ അതിന്റെ ഒരു ടോണ് നോക്കിക്കഴിഞ്ഞാൽ ഈ പഞ്ചമകാര സാധനയെ കുറിച്ച് ഒരു വലിയ അഭിപ്രായം ഇല്ലാത്ത രീതിയിൽ വലിയ ആൾ കേൾക്കുന്നവർക്ക് അതെന്തോ മോശമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ്
എനിക്കത് കേട്ടപ്പോ തോന്നിയത്. അപ്പൊ വാസ്തവത്തില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രധാനഗിരി സ്വാമികളും ഇതേപോലെ പഞ്ചമകാര സാധനം എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷത്തില് ഇതില് ഉള്ളതല്ലെന്നും വേറെ മൈതരം എന്ന് പറഞ്ഞ ഇട പിങ്കള നാടികൾ അങ്ങനെ എന്തോ സമ്മേളനമാണെന്നും ഒക്കെ അങ്ങനെ എന്തൊക്കെയോ രീതിയിൽ എഴുതിയിട്ടുള്ളപ്പോ വായിച്ച ഓർമ്മയുണ്ട്. അപ്പൊ ഇത് ഇത്രയധികം വൈവിധ്യം നിറഞ്ഞ ഒരുപാട് സമ്പ്രദായങ്ങളുടെ നമ്മുടെ ഇതില് ഇത്തരം കാര്യങ്ങളെ പറ്റി ഇവരൊക്കെ പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് എന്താ വെച്ചാൽ ഇതിൽ കള്ളനാണയങ്ങളും ഉണ്ടാവാം, ഇതിനെ തട്ടിപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ ഇതില് ശരിയായ ഇത് എങ്ങനെയാണ് ഈ പഞ്ചമകാര സാധന, അതില് എവിടെയാണത് അരുതാത്ത കാര്യങ്ങളിലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ അതിന് മുൻപ് ലഭിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്, എവിടെയാണത്, ആരാണ് അതൊക്കെ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവര് എന്നുള്ള രീതിയിൽ അതൊരു കാര്യങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. അപ്പോ അതുകൊണ്ടാണ് ഞാനത് കണ്ടപ്പോ ആ വഴിക്കത് ഷെയർ ചെയ്തത്. സമ്പ്രദായങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ രീതിയിൽ സംസാരിക്കുന്നത് സമാജത്തിന്റെ ഒരു കെട്ടുറപ്പിന് നല്ലതല്ല. അപ്പൊ അതുകൊണ്ടാണത് ഞാൻ ഈ വിഷയം അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഹരിയോ നമസ്തേ. അപ്പോൾ ഈ ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യം എല്ലാവരും കേട്ട് കാണും. സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ആചാര്യനായിട്ടുള്ള സ്വാമി സന്ദീപാനന്ദഗിരി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പല വിഷയങ്ങളും പറയുന്ന കൂട്ടത്തിൽ പഞ്ചമകാരങ്ങളെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയത്. അതാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിനുള്ള കാര്യം. അപ്പം അദ്ദേഹം അതിൽ അവസാനം പറയുന്നൊരു കാര്യം, വ്യത്യസ്ത സമ്പ്രദായങ്ങളോട് കൂടിയിട്ടുള്ള ഈ ഹൈന്ദവ സംസ്കാരം, ധർമ്മവ്യവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പോർവിളികൾ നടത്തുക അല്ലെങ്കിൽ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് സമാജത്തിന് ഭൂഷണമാവില്ല എന്നുള്ളതാണ്. തീർച്ചയായും അത് സമാജത്തിന് ഭൂഷണമാവില്ല. അപ്പം ഇവിടെ എന്താണ് ഇത്തരം വിഷയങ്ങളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കഞ്ഞിപ്പാത്രത്തിൽ നോക്കിയിട്ട് പറയുകയാണ് മറ്റവൻ ചോറുണ്ണുമ്പോൾ അവൻ്റെ കഞ്ഞിയാണെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ചോറുണ്ണവൻ മറ്റവൻ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ പറയും അവനും ചോറുണ്ടിട്ട് ഗംഭീര വയറൊക്കെ വീർപ്പിച്ച് നടക്കുക എന്ന് പറയുക. അവൻ്റെ പാത്രത്തിൽ നോക്കിയിട്ട് അവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടോ അവൻ്റെ ആ ഇല്ലായ്മ ഉള്ള അവസ്ഥയോ നോക്കിയിട്ടൊന്നുമല്ല അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നമ്മളും കണ്ടതാണ്. മുഴുവൻ കാണുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് വിഷയം പറയുന്ന കൂട്ടത്തിൽ സംസാരിച്ചു പോകാൻ തോന്നുന്നു. കാരണം മുഴുവനായിട്ട് ആ ഒരു വീഡിയോയിലും ഇല്ല. അവസാനം പിന്നെ അതിൻ്റെ പൂർണ്ണത എന്താ പറഞ്ഞു വെക്കുന്നതെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഈ പഞ്ചമകാര സാധനയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സന്ദീപാനന്ദഗിരി സ്വാമി പറയുന്നത്, സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തെ ആളുകളൊക്കെ അറിയപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള കഥ പോലെ നമുക്ക് തോന്നുന്നത്. അതല്ല, സംഭവം പോലെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്വാമി വിവേകാനന്ദൻ ഒരു ദിവസം ഒരു ആശ്രമത്തിൽ എത്തിപ്പെടുകയും അവിടെ മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം എന്ന് പറയുന്ന തന്ത്രം പറയുന്ന ആ ദ്രവ്യങ്ങളോടുകൂടിയുള്ള പൂജ നടക്കുന്ന സ്ഥലമായിരുന്നു അത്. സ്വാമി വിവേകാനന്ദന് ഒരു വിഷമമായ സമയത്ത് അദ്ദേഹം പോവാൻ നോക്കി. അപ്പോൾ പോകാൻ തുടങ്ങിയപ്പോൾ പോകാൻ പറ്റില്ല, താനിവിടെ നിൽക്ക്, തന്നെ ഞങ്ങൾ ഈ രീതിക്ക് മാറ്റും എന്നൊക്കെ നിർബന്ധ ബുദ്ധിയോടുകൂടി അവിടുത്തെ ആചാര്യനാരോ അദ്ദേഹം അവിടെ പിടിച്ചു വെക്കുന്നതായിട്ടും, പിന്നീട് സ്വാമി അവിടുത്തെ രാജാവിന് ആ ആശ്രമത്തിൽ തന്നെയുള്ള ഒരു വ്യക്തി മുഖേന ഒരു സന്ദേശം അയക്കുന്നതൊക്കെ ആയിട്ട്, ഇത് സന്ദീപാനന്ദഗിരിയുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ, ഫേസ്ബുക്കിലൊക്കെ ഉണ്ടോ നമുക്കറിയില്ല, യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മദ്യം, മത്സ്യം, പഞ്ചമകാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലോട് കൂട്ടി, മലയാള ടൈറ്റിലോട് കൂടി ഈ സംഭവമുണ്ട്.
എന്തായാലും സ്വാമി വിവേകാനന്ദൻ രാജാവിനെ അറിയിച്ചതിൻ്റെ ഭാഗം എന്നെ രക്ഷിക്കണം എന്ന് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ എന്നെ രക്ഷിക്കണം എന്നൊരു സന്ദേശം മാത്രമേ കപ്പിൻ്റെ മുകളിൽ എഴുതി അയച്ചതിൻ്റെ പോയിട്ട് രാജാവ് ഇടപെട്ട് സ്വാമി വിവേകാനന്ദനെ രക്ഷിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യമാണ് സന്ദീപാനന്ദഗിരി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ സ്വാമി പറയുമ്പോൾ സ്വാമിയുടെ അനുഭവമല്ല, വിവേകാനന്ദ സ്വാമികളെ കുറിച്ചാണ് പറയുന്നത്. വിവേകാനന്ദ സ്വാമി അറിയപ്പെടുന്നതിന് മുമ്പ് ലോകം അല്ലെങ്കിൽ ഈ രാജ്യം അല്ലെങ്കിൽ അറിയപ്പെടേണ്ട ആളുകൾ, രാജാവിന് പോലും സ്വാമി വിവേകാനന്ദനെ അറിയാത്തതായിട്ടാണ് അതിൽ പറയുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ അറിയപ്പെടാത്ത കാലത്ത് സ്വാമി വിവേകാനന്ദനുമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ സന്ദീപാനന്ദ സ്വാമി പറഞ്ഞു വെക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് പഞ്ചമകാരങ്ങൾ ഒരു മോശമാണെന്ന രീതിയിലൂടെ ചിത്രീകരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ തുറന്നു പറയുന്നുണ്ടോ വെച്ചാൽ ഇല്ല, എന്നാൽ പോലും ആ സംസാരത്തിന് വളരെ വ്യക്തമാണ്. പഞ്ചമകാര സാധന വിവേകാനന്ദ സ്വാമി പോലും എതിർത്തു എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രൻ എന്ന വിവേകാനന്ദ സ്വാമിയെ കുറിച്ചിട്ട്. നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന തൻ്റെ ഗുരുവിനെ തേടി പോകുന്നത് തന്നെ അദ്ദേഹം അറിഞ്ഞ വിഗ്രഹാരാധന മഹാപാപമാണെന്ന് അദ്ദേഹം ബ്രഹ്മസമാജത്തിനും മറ്റൊക്കെ കൂടി അദ്ദേഹം അറിഞ്ഞ ഒരു അറിവുണ്ട്. ആ അറിവിലൂടെ വിഗ്രഹം എന്തോ മോശമാണെന്ന് കേട്ട് തഴമ്പിച്ച് അദ്ദേഹം വിഗ്രഹവും ശരിയാവോ അല്ലെങ്കിൽ ദൈവം തന്നെ ഉണ്ടോ, ദൈവത്തെ കാണാൻ പറ്റുമോ എന്നൊക്കെ അഭിപ്രായങ്ങളിലൂടെ പോകുന്നു. അതായത് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിയാം, സ്വാമി വിവേകാനന്ദൻ വിഗ്രഹാരാധനയ്ക്ക് എതിരായൊരു സ്വാമി വിവേകാനന്ദനുണ്ട്. ദൈവത്തെ തന്നെ വിശ്വസിക്കാത്തൊരു സ്വാമി വിവേകാനന്ദനുണ്ട്. ആ അഭിപ്രായം വെച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ വിഗ്രഹത്തെ എതിർത്തിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഈ പറയുന്ന ഈശ്വര പൂജാവിധാനങ്ങളെ, തന്ത്രപൂജാവിധാനങ്ങളെ എതിർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വാമിജിയോട് ചെയ്യുന്ന, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കടുത്ത അനീതിയാണ് എന്നാണ് നമ്മളുടെയൊക്കെ പക്ഷം. അറിയപ്പെടാത്ത സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവ് എവിടെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഒന്നും ആയിട്ടില്ല. നമ്മൾ ഇന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ ആയിട്ടില്ല. വിവേകാനന്ദ സാഹിത്യ സർവസ്വൊക്കെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് സ്വാമി വിവേകാനന്ദൻ എത്തിയിട്ടില്ല. അങ്ങനെ എത്തിയൊരു സ്വാമി വിവേകാനന്ദനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലേ? ആ സ്വാമി വിവേകാനന്ദൻ എന്തിനെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഒന്നിനെയും നിഷേധിക്കുന്നില്ല, നിഷേധിക്കേണ്ടതിനെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിഷേധിച്ചത് എന്തിനാ, അല്ലെങ്കിൽ തള്ളിക്കളയുന്നത് എന്തിനെയാണ്? മനുഷ്യൻ്റെ ഇടയിൽ കാണുന്ന അസ്പൃശ്യതകളെയും. ഇത്രയൊക്കെ വൈവിധ്യങ്ങളോടുകൂടി മഹത്തരമാണ് സംസ്കാരത്തിന്റെ മഹത്വം അറിയാതെ ഈ ധർമ്മത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ ചേഷ്ടകളെ, അവരുടെ ആ സംവിധാനങ്ങളെ, ആ കാലഘട്ടത്തിൽ സ്വാമിജിയേക്കാൾ ഉന്നതമായിരുന്ന സംഘടനാ സംവിധാനത്തോടു കൂടി ധർമ്മത്തെ പ്രചരിപ്പിച്ചിരുന്ന ആളുകളുടെ ഈ അവരുടെ മുഷ്കൊണ്ട് അവരുണ്ടാക്കിയെടുക്കുന്ന ചില കടുത്ത ഒരു സ്വാർത്ഥത്തിന്റെ ഭാഗമുള്ള വാദമുഖങ്ങളെയൊക്കെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അല്ലാതെ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഒരു സമ്പ്രദായങ്ങളെയും അദ്ദേഹം ആത്യന്തികമായി എതിർക്കുന്നില്ല. എല്ലാതിൻ്റെയും ശരികളെ മനസ്സിലാക്കിയ സ്വാമി വിവേകാനന്ദനുണ്ട്. അങ്ങനെ ശരികളെ കണ്ടെത്തിയ സ്വാമി വിവേകാനന്ദൻ എങ്ങനെ ശരികളെ കണ്ടെത്തി? എങ്ങനെ കണ്ടെത്തി വെച്ചാൽ ഉത്തരമാണ് അദ്ദേഹത്തിന്റെ ഗുരു. പരമഹംസരിലൂടെ അദ്ദേഹം അറിഞ്ഞ അറിവെന്ന് പോണത് കേവല അറിവല്ല. ഇപ്പൊ ഈ പറയുന്ന സ്വാമിജിയൊക്കെ പറഞ്ഞ പോലെ, സന്ദീപാനന്ദഗിരി പറഞ്ഞ പോലെ കഥയും പുസ്തകവും വായിച്ചിട്ടുള്ള അറിവല്ല. ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറഞ്ഞാൽ തന്നെ ജ്ഞാനം കൊണ്ട് പാണ്ഡിത്യം നടിച്ച ആളുകളുടെ മുന്നിൽ തൻ്റെ സാധനാനുഭവം കൊണ്ട് എന്താണ് തന്ത്രസാധന എന്ന് വ്യക്തമാക്കി കൊടുത്ത ആളാണ്. എല്ലാവരും കരുതുക തന്ത്രസാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂജയും വഴിപാടൊക്കെയാണെന്ന് പറയുമ്പോൾ സ്വാമിജി ഇവിടെ പരമഹംസൻ അങ്ങനെയല്ല. അത് അനുഭൂതിയുടെ അനന്തതയിലേക്ക് മനുഷ്യനെ നയിച്ച് അവനാ സമാധി വ്യവസ്ഥ, സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമാധിയൊന്നുമല്ല, ജീവിച്ചിരിക്കത്തിന് സമാധി എന്ന ആ ബോധതലത്തെ പരമമായ ബോധവുമായി ലയിപ്പിച്ച് അങ്ങനെ ശാന്തമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തുന്ന പരമഹംസരെ നമുക്ക് കാണാൻ പറ്റും. സ്വാമിജി എങ്ങനെയാണ്, അല്ലെങ്കിൽ പരമഹംസരെ എങ്ങനെയാണ് അങ്ങോട്ട് കടന്നുപോയത്? കാളി സാധനയിലൂടെയാണ്. തികഞ്ഞ കാളി ഭക്തൻ. ഭൈരവി ബ്രാഹ്മണിയിലൂടെ മഹാഷോഡശി ദീക്ഷ നേടി തന്ത്രത്തിൽ സാധന ചെയ്തു പോയ പരമഹംസരുടെ നിവേദ്യാദികൾ ഇവിടെ സന്ദീപാനന്ദഗിരി സ്വാമി നിഷിദ്ധമാണെന്ന് പറയുന്ന, മോശമാണെന്ന് പറയാൻ ശ്രമിക്കുന്ന ദ്രവ്യങ്ങൾ തന്നെയായിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. ബംഗാളിലെ കൽക്കത്തയിലെയൊക്കെ
ബ്രാഹ്മണ സമൂഹത്തിൽ ശാക്തേയ പദ്ധതി ചെയ്യുന്ന ബ്രാഹ്മണ സമൂഹങ്ങൾ അവർക്ക് മത്സ്യവും മാംസവും ഒക്കെ ഉള്ളത് തന്നെയാണ്. ജലപുഷ്പം എന്നൊക്കെയാണ് മത്സ്യത്തെ പറയുക. അപ്പൊ മദ്യ മത്സ്യ മാംസമുള്ള പഞ്ചമകാര സാധനയാണ്. ഇന്നും അതിന്റെ അവശേഷിപ്പുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ശക്തമായി നിലനിന്ന തന്ത്രശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ പഞ്ചമകാരങ്ങൾ മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം എന്നുള്ളത് സ്വാമി വിവേകാനന്ദൻ എവിടെയെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദ്രവ്യത്തെയാകാനിടയില്ല. മറിച്ച് ആ ദ്രവ്യത്തിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പേക്കൂത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും. കാരണം അത് ഈ ധർമ്മത്തിന് നശിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അപ്പൊ ഇതിനൊക്കെ വേണ്ടി വാദിക്കുന്ന നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, പഞ്ചമകാരം ശരിയാച്ചാൽ പഞ്ചമകാരം ശരിയാണ്. എന്നാൽ പഞ്ചമകാരത്തിനെ അറിയാതെ ആ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നു എങ്കിൽ അത് തെറ്റാണ്. ഓരോന്നും കൈകാര്യം ചെയ്യാൻ അതിൻ്റെതായ അധികാരികളുണ്ട്. നമ്മളെ കയ്യിലൊക്കെ കത്തിയും മുള്ളുകൊണ്ടതൊക്കെ വേണ്ട, അല്ലെങ്കിൽ കത്രികയുണ്ട് വേണ്ട, നമുക്ക് എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. കേവലം ഒരു മുറിക്ക് നമ്മൾ മരുന്ന് വെച്ച് കെട്ടുന്നത് തന്നെ നിയമപ്രകാരം ശരിയാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. നമുക്ക് ചികിത്സിക്കാനുള്ള അധികാരമില്ല. നമുക്ക് ആർക്കും ഇല്ല. കമ്മ്യൂണിസ്റ്റ് അപ്പ ഞെക്കിപ്പിഴിഞ്ഞ് നീര് വെക്കാനും നമുക്ക് അധികാരമില്ല എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പനിക്ക് സ്വയം മരുന്ന് എഴുതാൻ പറ്റില്ല. നാട്ടുവൈദ്യന്മാർക്ക് പോലും പറ്റുമെന്ന് തോന്നണില്ല. ഒക്കെ അംഗീകാരമുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഏത് കാര്യം. അപ്പൊ പഞ്ചമകാര സാധന ചെയ്യണമെങ്കിലും തന്ത്രസാധന ചെയ്യണമെങ്കിലും വേദം നിഷ്കർഷിക്കുന്ന യാഗയജ്ഞാദികൾ ചെയ്യണമെങ്കിലും ഒക്കെ അതിനൊക്കെ അധികാരികളുണ്ട്. അതിനിപ്പോ നമ്മൾ കവിത എഴുതരുത്, നമുക്ക് എല്ലാവർക്കും കവിത എഴുതാം. പക്ഷെ കവിത എഴുതണമെങ്കിൽ കവിക്ക് കൃത്യ കവിത എഴുതുന്നതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വൃത്തമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ശരിയായി വരണം. അലങ്കാരങ്ങളൊക്കെ ശരിയായി വരുമ്പോൾ അതിന്റെ പൂർണ്ണമായൊരു കവിത എന്ന് പറയട്ടെ. മറ്റതും കവിത തന്നെയാണ്. കഥ എഴുതണമെങ്കിലും അങ്ങനെ തന്നെയാണ്. കഥയ്ക്കും ചില കാര്യങ്ങൾ വേണം. നമ്മളിപ്പോൾ എല്ലാവരും പുരാണം എന്ന് പറയും. പുരാണത്തിന് ചില കാര്യങ്ങൾ വേണം. അങ്ങനെ എന്തിനും മറ്റു മതഗ്രന്ഥങ്ങളായാലും ശരി, എന്തെങ്കിലും ആയാലും വിളിച്ചു പറഞ്ഞാൽ മതഗ്രന്ഥാവില്ല. അവർക്കും ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അത് വെച്ച് വരുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാവുള്ളൂ. ഇവിടെ പഞ്ചമകാരം എന്ന് പറഞ്ഞാൽ മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം എന്ന് തുടങ്ങുന്ന 5 കാര്യങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ പോലും എല്ലാവർക്കും പറ്റില്ല. അത് സാധനാപരമായി ഉപയോഗിക്കണമെങ്കിൽ അതിന് അധികാരികളെ പറഞ്ഞിരിക്കുന്നു. ആ അധികാരികൾക്ക് മാത്രമേ ഉള്ളൂ വാമാചാരം പറയുന്ന ദ്രവ്യങ്ങളെ ഉപയോഗിക്കാൻ പറ്റുക. ആ ദ്രവ്യങ്ങളെ ഉപയോഗിച്ച് അനുഭവസ്ഥർ വേണം അതിനെക്കുറിച്ച് പറയാൻ. അല്ലാണ്ട് കണ്ണ് കാണാത്ത ആള് ആനയെ കണ്ട പോലെ ആകരുത്. സത്യത്തിൽ ഇവിടെ നിർമ്മലാനന്ദഗിരി സ്വാമി പോലും പറഞ്ഞിട്ടുണ്ടാകുക എന്ന് ചോദ്യകർത്താവ് പറയുന്നിടത്ത് നിർമ്മലാനന്ദ സ്വാമി ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിയില്ല. അദ്ദേഹം തന്ത്രത്തെ വളരെ വിശദമായിട്ട് ദിവസങ്ങൾ നീണ്ട് പ്രഭാഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം വളരെ ഷാർപ്പായിട്ട് പറഞ്ഞു പോയി. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അനധികാരികൾ ഈ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അധികാരപരമായി ദ്രവ്യങ്ങളെ അദ്ദേഹം വിമർശിച്ചായിട്ട് നമുക്ക് അറിയില്ല. ഇനി അങ്ങനെയല്ല, നിർമ്മലാനന്ദ സ്വാമി അല്ല, നമ്മൾ തന്നെ പറഞ്ഞാൽ പോലും സമ്പ്രദായ ബന്ധമില്ലാത്തവർ പറഞ്ഞതിനെ തള്ളിക്കളയണം. പ്രമാണത്തിന്റെ പാഠം അങ്ങനെയാണ്. ഈ സമ്പ്രദായ ബന്ധമില്ലാത്തവർ എന്ത് തന്നെ ഈ സമ്പ്രദായത്തെ കുറിച്ച് പറഞ്ഞാൽ തള്ളിക്കളയാമെന്നാണ്. അപ്പൊ കണ്ണ് കാണാത്തൊരു ആനയെ കണ്ട പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മോശമാണ്. ഇനിയിപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിർമ്മലാനന്ദഗിരി സ്വാമി പറയാൻ ശ്രമിച്ചു, ഇടയും പിങ്കളയും അല്ലെങ്കിൽ സുഷുമ്നയും അല്ലെങ്കിൽ ശിവൻ ശക്തിയുമായി മേളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ കാര്യങ്ങളൊക്കെയാണ് മൈഥുനം എന്നൊക്കെ പറയുന്നു. എങ്കിൽ നമ്മളെല്ലാവരും സാമാന്യ മനുഷ്യരല്ലേ. നമ്മെ സംബന്ധിച്ച് മൈഥുനം, സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് മൈഥുനം എന്താണ്? ലൈംഗിക വീഴ്ചയ്ക്കാണ് മൈഥുനം എന്ന് പറയുക. നമ്മളൊരു ഉണ്ണിവാവ് അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവണമെങ്കിൽ ഇടയും പെങ്ങളും അല്ലെങ്കിൽ ശിവനും ശക്തിയാണ് മേളിച്ച കുട്ടി ഉണ്ടാവോ? ഇല്ല. വ്യക്തമായിട്ട് സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ പ്രക്രിയകളും നടക്കുമ്പോൾ പൂർണ്ണമാവുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പൊ അവിടെ മൈഥുനം എന്ന് പറഞ്ഞാൽ ഇതാണോ? അല്ല. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 5 കാര്യങ്ങളെ തന്നെയാണ് വാമാചാരം പഞ്ചമകാരായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തത്ര പാപമായിട്ട് കാണാൻ, എന്തത്ര മോശമായിട്ട് കാണാൻ? മദ്യം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് മോശമാകുന്നത്? ഇവിടെ നല്ല ചെത്തിയ കള്ള് നമ്മളെന്താ കേരെ എന്താ കൊണ്ട് ഒരു വെള്ളമായിട്ട് ഇറക്കി വിടുന്നുണ്ട്. എന്താ കുഴപ്പം? തേങ്ങാ വെള്ളത്തിന് എന്താ കുഴപ്പം? കള്ളിന് എന്താ കുഴപ്പം?
കള്ളിനൊരു കുഴപ്പമില്ല. കള്ളിന്റെ പേരിൽ പറഞ്ഞ് കള്ളാണെന്ന് പറഞ്ഞ് ഇറക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അതാണ് കുഴപ്പം, മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട്. കള്ളിനൊരു കുഴപ്പമില്ല, ഏത് ദ്രവ്യത്തിനും കുഴപ്പമില്ല. അത് അമിതമായാൽ കുഴപ്പമാണ്. ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറഞ്ഞാൽ ശരീരത്തിന് ദോഷമുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മരുന്നിലൂടെയൊക്കെ നേടിയെടുക്കാൻ പറ്റും. അതല്ലാണ്ട് തന്നെ ശരീരം തണുപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മളെ നാടൻ ചെത്തുകളിന്റെ കാര്യമാണ് പറയുന്നത്. കുഴപ്പമില്ല. നീ മത്സ്യവും മാംസവും മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇവിടെ. എത്രയോ ആളുകൾ, ഒരു വിഭാഗം ആളുകളുടെ ഉപജീവന മാർഗമാണ്. ആ മത്സ്യം തെറ്റാണോ? മത്സ്യം കഴിക്കുന്ന ആളുകൾ എത്രയുണ്ട് ഈ രാജ്യത്തും ലോകത്തും? ആ മത്സ്യം എങ്ങനെയാവും തെറ്റാവുക? അത് തെറ്റെന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകളുടെ കർമ്മത്തെ മോശപ്പെടുത്തല്ലേ, അവരുടെ പാരമ്പര്യത്തെ മോശപ്പെടുത്തല്ലേ. പിന്നെ എന്താ നമ്മളെല്ലാവരും എന്താ വൈറ്റ് കോളർ ജോലി എടുത്തിരിക്കണം എന്നാണോ? ആർക്കും ഒന്നും ഉടുക്കൊന്നും വേണ്ടേ? അപ്പോൾ ആ ഭക്ഷണം മുഖ്യധാരയിൽ നമ്മൾ ഉപയോഗിച്ച ഒരു ഭക്ഷണമാണ് മത്സ്യം. അവിടെ ഒരു തെറ്റും നമ്മൾ കാണുന്നില്ല. ആര് കണ്ടാലും നിയമവും ഇവിടുത്തെ നിയമവ്യവസ്ഥയും അത് തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. മാംസവും മത്സ്യത്തിന്റെ കാര്യം പറഞ്ഞില്ല. മാംസത്തിന് എന്താ കുഴപ്പം? മാംസവും നമ്മൾ ഭക്ഷണത്തിലൊരു വിഭവമാണ്. കഴിക്കേണ്ടാത്തവർ കഴിക്കണ്ട. കഴിച്ചവനും ഒരു മഹത്വവുമില്ല, കഴിക്കാത്തവനൊരു മഹത്വമില്ല. എന്ത് കഴിച്ചാലും ആത്യന്തികമായി ഊർജമാണ് ഉണ്ടാകുന്നത്. സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജം സംഭരിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് പല മാർഗത്തിലൂടെ നമ്മൾ സ്വീകരിച്ചു വരുന്നു. നമ്മൾ ഊർജം തന്നെയാണ്. നമ്മൾ വേറെന്തോ കരുതുകൊണ്ടാണ്. നമ്മൾ ഊർജം തന്നെയാണ്. ഊർജമാകുന്ന നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഊർജം വേണം. ആ ഊർജത്തെ നമ്മൾ മറ്റൊരു ഊർജമായി മാറ്റിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു പോകുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ ആ ഒരു എനർജിയിൽ നിന്നാണ്. അപ്പൊ അതിന് ഊർജം ട്രാൻസ്ഫർ ചെയ്യൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ മാംസം എന്നുള്ള ഭക്ഷണമായാലും അതിന്റെ കച്ചവടമായാലും അതിന്റെ ജോലിക്കാരായാലും ഒരുപാട് ആളുകളുണ്ട്. അതിനും വിലക്കൊന്നുമില്ല, അതിനും മോശത്തിനോ നമ്മൾ കാണുന്നില്ല. എന്നാൽ വിലക്കപ്പെട്ട ചില മൃഗങ്ങളുണ്ടായിരിക്കാം. അതിനെ ഒന്നും കൊല്ലാൻ അതാത് രാജ്യത്ത് പറ്റില്ല, അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളോ ജില്ലയിലോ പ്രദേശത്തോ ഒന്നും പറ്റില്ല. അല്ലാണ്ട് കുഴപ്പം. അതും ചില ആളുകളുടെ താല്പര്യത്തെ അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യം മാനിച്ച് മാത്രമായിരിക്കും അത് നടക്കുന്നുണ്ടായിരിക്കുക. അല്ലാണ്ട് അതുകൊണ്ട് ലോകം ഇടിഞ്ഞു വീഴുകൊണ്ടൊന്നുമല്ല. പിന്നെ ക്രമാനുഗതം അധികം കൂടുതൽ എന്തെങ്കിലുമൊക്കെ കൊന്നു കഴിഞ്ഞാൽ അതിന് വംശനാശം സംഭവിക്കും. അത് പ്രകൃതിക്ക് ദോഷം ചെയ്യും എന്ന രീതിയിലും അതിനൊക്കെ വിലക്കുണ്ട്. അപ്പോൾ മദ്യം, മത്സ്യം, മാംസം ഒരു കുഴപ്പമില്ല. ഇനി മുദ്രയോ? മുദ്ര എന്ന് പറഞ്ഞ കാര്യത്തിന് ഈ വീഡിയോയില് സന്ദീപാനന്ദഗിരിസ്വാമി പറഞ്ഞത് നൃത്തം എന്നാണ് പറയുന്നത്. വാമാചാരത്തിൽ മദ്യം, മത്സ്യം, മാംസം എടുത്തതിന് നൃത്തമൊന്നുമല്ല മുദ്ര. ദ്രവ്യമാണെങ്കിൽ അവിടെ ഈ പയറുവർഗ്ഗങ്ങളെയൊക്കെയാണ്, വിത്തിനങ്ങളെയൊക്കെയാണ് നമ്മൾ മുദ്ര എന്ന് പറയുക. പിന്നെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിന്മേൽ ചേഷ്ടകളൊക്കെ വരും. അതൊക്കെ മുദ്രയിൽ വരും. നൃത്തമൊന്നുമല്ല. അപ്പൊ അദ്ദേഹം ധരിച്ചതല്ല. അതാണ് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അറിയില്ല. ഇനി അല്ലെങ്കിൽ നമ്മൾ പണത്തിന് മുദ്ര എന്ന് പറയും, ദക്ഷിണ വയ്ക്കുമല്ലോ, അതിന് മുദ്ര എന്ന് പറയും. ഇതല്ലാണ്ട് വാമാചാരത്തിൽ നമ്മൾ ശുക്ലത്തിനൊക്കെ മുദ്ര എന്ന് തന്നെ പറയാ. ബീജം മുദ്ര എന്നാ പറയാ. അർത്ഥതലങ്ങൾ ഒരുപാടുണ്ട് അതിൽ വാമാചാരത്തിൽ. അടുത്താണ് മൈഥുനം. മൈഥുനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെയാണ്. വാമാചാര പദ്ധതി പരിപൂർണമാക്കണമെങ്കിൽ ഇന്നിപ്പോൾ ഇവിടുത്തെ സന്യാസിമാർക്ക് പോലെ പ്രശ്നമുണ്ട്. സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, പെണ്ണ് കെട്ടാത്തവന്മാരാണ്, സ്ത്രീകളുമായിട്ടൊരു ബന്ധമില്ലാത്തവരാണ് കരുതുന്നത്. അതൊക്കെ ഇടക്കാലത്ത് വന്ന സന്യാസബോധമാണ്. സന്യാസോപനിഷത്ത് പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വിവാഹം കഴിച്ച് കുട്ടികൾ വളർന്ന് വലുതായതിനു ശേഷം സന്യാസം സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം പുരുഷാർത്ഥം സാധിക്കണ്ടേ? ധർമ്മ അർത്ഥ കാമം സാധിച്ചാലേ മോക്ഷത്തിൽ കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് കാണുന്ന സന്യാസ വ്യവസ്ഥയല്ല ധർമ്മം പറയുന്ന സന്യാസ വ്യവസ്ഥ. അത് ശങ്കരാചാര്യർക്ക് ശേഷം ഉണ്ടാകുന്ന. ശങ്കരാചാര്യർക്ക് മുന്നേ ഉള്ളത് അധർമ്മം എന്ന് പറയാൻ പറ്റില്ല. ശങ്കരാചാര്യർക്ക് ശേഷം സംവിധാനം ഉണ്ടായി, അതും കൊണ്ടു നടക്കാം. ശങ്കരാചാര്യർക്ക് ശേഷം ഉണ്ടായതും കൊണ്ടു നടക്കാം. അത്രയേ ഉള്ളൂ. ശങ്കരാചാര്യ അല്ലാണ്ട് തന്നെ അവിടെ ഒരുപാട് ആചാര്യന്മാരുണ്ട്. മാധവനും രാമനും ഒക്കെ ആയിട്ട് ഒത്തിരി ആചാര്യന്മാരുണ്ട്. അപ്പോ ഇവിടെ മൈഥുനം. അപ്പൊ തന്ത്രത്തിൻ്റെതായിരിക്കുന്ന പരിപൂർണത എന്ന് പറഞ്ഞാൽ ശക്തി സമേതമാണ്. പുരുഷൻ പൂർണ്ണനാകണമെങ്കിൽ ശക്തി സമേതനം. അപ്പൊ അവിടെ ഭാര്യ എന്നൊരർത്ഥം നമ്മൾ കാണില്ല. ലക്ഷമർത്ഥം എന്താണ്? സാധകനായിരിക്കുന്ന പുരുഷനും സാധകയായിരിക്കുന്ന ശക്തിയും ഒന്നിച്ചിട്ടാ പോണേ. രണ്ടില്ല, അവിടെ ഒന്നാ. പുറത്തുനിന്ന് ആണും പെണ്ണും എന്ന് ആർക്കെങ്കിലും തോന്നണമെങ്കിൽ അവരിൽ അദ്വൈതം പ്രകാശിച്ചിട്ടില്ല എന്നുള്ളതാ. അവര് ദ്വൈതത്തോടു കൂടി, അവർ ഈ രണ്ട് കണ്ണ് അവർക്ക് രണ്ട് കണ്ണെന്നെ, അവർക്ക് രണ്ട് കാഴ്ചയായിട്ടാ കാണണേ, ആണേ പെണ്ണെ. എന്നാൽ ദ്വൈതഭാവത്തിൽ ആ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ആണ് പെണ്ണ് താന്ത്രികനെ നോക്കിയാൽ കാണില്ല, ഒന്നേ കാണുള്ളൂ.
യഥാർത്ഥ താന്ത്രികനെ രണ്ടായിട്ട് കാണാൻ കഴിയില്ല. സ്ത്രീ സമേതനാണെങ്കിലും ഒന്നായിട്ടേ കാണില്ല. അവിടെ എവിടെ രണ്ട് കാണേ ഇല്ല. അപ്പോൾ തന്ത്രത്തിന്റെ പൂർണ്ണതയിൽ സന്യാസിയായാലും ഗൃഹസ്ഥാശ്രമിയായാലും ഒക്കെ, ഗൃഹസ്ഥാശ്രമം ഇല്ല തന്ത്രത്തിൽ, പഞ്ചമാശ്രമേ ഉള്ളൂ, കൗളാശ്രമേ ഉള്ളൂ. അതിനെയാണ് ഗൃഹസ്ഥാശ്രമം എന്ന് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമമല്ല യഥാർത്ഥ തന്ത്രത്തിൽ, പിന്നെ കൗളാശ്രമം. അപ്പൊ അവിടെ പഞ്ചമാശ്രമം. അപ്പൊ അവിടെ എന്താ വെച്ചാൽ ഈ ശക്തിയും ശിവനും, അതായത് സാധകനും സാധകയുമാണ്. ഇവരുടെ സാധനയുടെ പരിപൂർണത എന്ന് പറയുമ്പോൾ വാമാചാരപതിലെ ക്രിയാത്മകമായ പദ്ധതിയിൽ ശാരീരിക ലൈംഗിക വീഴ്ചയാണ്. അയ്യോ അത് തെറ്റല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ പറയൂ. നിങ്ങളുടെ മാതാപിതാക്കൾ നാരായണഗുരു പറഞ്ഞ വാരിപ്പുണർന്നുണ്ടായതല്ലേ നിങ്ങൾ? ആ വാരിപ്പുണർ തെറ്റായി നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ സെമിറ്റിക് മതങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പാപികളെ എന്ന് വിളിക്കപ്പെടേണ്ടവരല്ലേ? പാപികളായി മാറില്ലേ? എന്നുവെച്ചാൽ പാപത്തിൽ നിന്നല്ലേ നിങ്ങൾ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ പാപികളാവില്ലേ? എന്നാൽ അങ്ങനെ നമ്മളുടേതായിരിക്കുന്ന ഗുരുവര്യന്മാർ നമ്മെ പറഞ്ഞിട്ടില്ല. ഹേ അമൃതത്തിന്റെ അരുമക്കിടാങ്ങളെ എന്നാ പറഞ്ഞു. അമൃതം എന്താ? നമ്മൾ ജനിക്കാൻ കാര്യമായിരിക്കുന്ന എന്തോ അത് നമ്മളിൽ നിന്ന് വീണ്ടും സൃഷ്ടി നടക്കുമ്പോൾ മരണമില്ലാത്ത ആ അമൃതം എന്താണ്? ഒരു സംശയമില്ലാതെ പറയാം, അത് ബീജവും ശുക്ലവും ഒക്കെ തന്നെയാണ്. അത് കുടിക്കാനുള്ളതല്ല പറഞ്ഞേ. അമരത്വത്തെ തരുന്ന പ്രാണൻ, അമരത്വത്തെ കൂടുതൽ പ്രാണൻ പുനരഭിമരണം, പുനരഭിജനനം എന്ന് പറയുന്ന മരിച്ചു ജനിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നാശമില്ലാതെ തുടരുന്നു. ആ നാശമില്ലാതെയുള്ള ജീവന്റെ എന്താ ജീവൻ? പരമമായ സത്യസ്വരൂപമാണ്. നമ്മളും നിങ്ങളും സത്യസ്വരൂപം തന്നെയാണ്. ഓരോരുത്തർ അറിയുന്നു, ചിലർ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അറിയുന്നില്ല എന്ന് കരുതി അറിവല്ലാതാകുന്നില്ല. നമുക്കറിയില്ല എന്ന് കരുതി അത് അറിവല്ല. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷില് വെള്ളത്തിന്റെ പേരറിയില്ല എന്ന് എഴുതിയിട്ട് അത് വെള്ളമോ അല്ലെങ്കിൽ വാട്ടറോ ഒന്നും ആവാതിരിക്കുന്നില്ല. ഇത് പറഞ്ഞ പോലെയാണ്, നമുക്കറിയുന്നില്ല നമ്മൾ എന്താന്നുള്ളത്. ഇവിടെയാണ് അമൃതം എന്ന് പറയുന്നത്. ഈ സെമൻ, ശുക്ലം, അതുപോലെ തന്നെ അണ്ഡം, ആർത്തവ രക്തം, ഇതൊക്കെ ഇതിന്റെ ഭാഗ. അതിൽ നിന്നുണ്ടായിട്ടുള്ള അമൃതത്തിന്റെ അരുമക്കിടാങ്ങളെ എന്നാ വിളിച്ചേ. ആ ഒരു പവിത്രമായിരിക്കുന്ന ലൈംഗികതയ്ക്ക് എന്ത് പാപമാണുള്ളത്? ആ പാപചിന്ത എവിടുന്നാണ് ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നത്? അത് ഏതൊക്കെയോ ചില ദർശനങ്ങളിലേക്ക് കടന്നു വന്നു. കൂടാതെ ഇവിടെ തന്നെ ചില ആളുകൾ സ്ത്രീ മോശമാണെന്ന് കരുതുന്ന സംവിധാനങ്ങൾ ഇന്നും ഈ രാജ്യത്തിന്റെ അകത്തുണ്ട്. ഇത് പുറത്തുനിന്ന് വന്നൊന്നുമല്ല. മറ്റുള്ള മതങ്ങളെന്ന് കുറ്റം പറയാൻ പൂർണ്ണമായിട്ട് പറ്റില്ല. ഇവിടെ തന്നെയുണ്ട്. ഒരു സദസ്സിലേക്ക് സ്ത്രീകൾ വന്നപ്പോൾ സ്ത്രീകൾ കയറാൻ പറ്റില്ല എന്നുള്ള സിദ്ധാന്തത്തിന്റെ ഭക്തരായിട്ടുള്ള ചില സ്വാമിമാരെ നമ്മൾ മാധ്യമങ്ങളുടെ കണ്ടതാണ്. സ്ത്രീകൾ കയറാൻ പറ്റില്ല, അത് അവരുടെ കുറവാണ്. സ്ത്രീയെ കാണുമ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നെങ്കിൽ അവരുടെ സിദ്ധാന്തത്തിന്റെയും അവരുടെയും പരിമിതിയാണ്. അത് ഒരു കുറ്റമായിട്ടല്ല പറയുന്നത്, അതിന്റെ പരിമിതിയാണ്. അമ്മയില്ലാണ്ട് നമ്മളില്ല. ഇത് ക്ലോണിങ് നടത്തിയാൽ ഈ സംവിധാനങ്ങൾ വേണ്ടേ? ഒരു ഗർഭപാത്ര സംവിധാനം വേണ്ടേ? ശാസ്ത്രത്തിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയാലും ആ ഒരു പദ്ധതി, അതിനൊരു ഈ സിസ്റ്റം പ്രവർത്തിക്കണം. അമ്മ ജീവനുള്ളൊരു സ്ത്രീയുടെ വയറ് വേണമെന്നൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ സിസ്റ്റം പ്രവർത്തിക്കണ്ടേ? ഇവിടെ അത് മാതാവ് തന്നെയാണ്. അത് പുരുഷന്റെ ഉദരത്തിലാണെങ്കിലും അവിടെ മാതൃത്വം തന്നെയാണുള്ളത്. അപ്പൊ അവിടെ മൈഥുനം എന്ന് പറയുന്നതിൽ മോശം കാണുന്ന എന്തോ അവിഹിതം നടക്കുന്നു. ഇവിടെ എന്താ അവിഹിതം നടക്കുന്നത്? വാമാചാരം എന്തോ തെറ്റായ പദ്ധതിയാണെന്നാണ് സ്വാമി വിവേകാനന്ദന്റെ ജീവിത കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ, നിർബന്ധിച്ച് സ്വാമി വിവേകാനന്ദനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റായ കാര്യങ്ങളാണ്. അങ്ങനെ സമ്പ്രദായം ഒരിക്കലും അങ്ങനെ രീതി ആരും ചെയ്യില്ല. എന്തിനാണ് പ്രത്യേകിച്ച് വാമാചാര കൗള പാരമ്പര്യം പിൻപറ്റുന്നതിന് താല്പര്യമില്ലാത്തതിന് അടുപ്പിക്കാനേ താല്പര്യമില്ല. ഇതുമായി ബന്ധമില്ലാത്തവരുമായി സമ്പർക്കം ചെയ്യാൻ ഒരു കൗളനും ആഗ്രഹിക്കില്ല. കാരണം അവന്റെ നിത്യനിദാനങ്ങളെ തടസ്സപ്പെടും, നിത്യാരാധന തടസ്സപ്പെടും. ഒരു വൈഷ്ണവ ഭാവം അല്ലെങ്കിൽ പശുഭാവമുള്ളവർ, പലരും പശു എന്താ ചോദിക്കാറുണ്ടായി, കറക്കുന്ന പശു അല്ല. നിരന്തരം പറയുന്ന നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കൊന്നും ഈ സംശയം ഉണ്ടാവില്ല. പശുജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയർച്ചയില്ലാത്ത സാധാരണ സാധു ജനങ്ങളെ, അറിവില്ലാത്ത ആളുകളെയാണ് പശു എന്ന് പറയാട്ടോ. അപ്പൊ ഈ പശുജനങ്ങളാണ് സാധാരണ ഈ വെജിറ്റേറിയൻ പൂജയൊക്കെ പറഞ്ഞ് മറ്റതിനെ നിഷേധിക്കുന്നവര്. നിഷേധിക്കാത്തവരെ കുഴപ്പമില്ല, പക്ഷെ നിഷേധിക്കുന്നു എങ്കിൽ, മോശമാണെന്ന് കരുതുന്നു എങ്കിൽ, ഇപ്പൊ ഈ സ്വാമിജി ആവട്ടെ ആരും ആവട്ടെ, ഇപ്പൊ ആ പറയുന്ന കാലത്ത് സ്വാമി വിവേകാനന്ദൻ തെറ്റായ രീതിയിൽ കണ്ടതുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല. അല്ല എന്നുണ്ടെങ്കിൽ സ്വാമി ഇവരൊക്കെ ആ ടൈമിൽ പശുജനയാണ്. ഇവരെ ഒരിക്കലും ഒരു വാമാചാര പദ്ധതിയുടെ പൂജാകേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കില്ല, അവരെ നിർത്താൻ ആഗ്രഹിക്കില്ല. എന്താണ്? ഇവന്റെ നിത്യനിദാനം മുടങ്ങും. നമുക്കൊന്ന് ശ്വാസം എടുക്കണമെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ചീഞ്ഞുനാറുന്നൊരു വ്യവസ്ഥയിൽ നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ചീഞ്ഞുനാറുന്ന എന്തെങ്കിലും വസ്തുവോ ആളോ എന്തെങ്കിലും ആണെങ്കിൽ എന്താ പറയാ, ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കും സാധാരണ മനുഷ്യൻ. യോഗികളുടെ കാര്യമൊന്നുമില്ല, സാധാരണ മനുഷ്യൻ. കാരണം ഇവന് ശ്വാസം എടുക്കുമ്പോൾ ചത്തുപോകും.
ഈ ശ്വാസം എടുക്കുന്ന വ്യവസ്ഥ പോലെയാണ് ഒരു വാമാചാര കൗള പാരമ്പര്യ കണ്ട് നിത്യ സാധനാക്രമം, നിത്യോത്സവം എന്നാ പറയുക. അവൻ്റെ നിത്യ ഉത്സവത്തിൻ്റെ ഭാഗമാണ് അവൻ്റെ ജീവിതത്തിൽ എന്ത് ശ്വാസം എടുക്കുന്നതിന് തുല്യമാണ് അവൻ്റെ പൂജാക്രമം, അവൻ്റെ നിത്യ സാധന. അത് മുടക്കം വരുത്താൻ അവൻ ആഗ്രഹിക്കില്ല. അപ്പം എന്താണ്, പരമാവധി ഇത്തരത്തിലുള്ള പശുജനങ്ങളെ ഒരിക്കലും അങ്ങോട്ട് സ്വീകരിക്കില്ല. വന്നാൽ തന്നെ എല്ലാം അതിലൂടെ പറഞ്ഞേക്കും, പൊയ്ക്കോളും എന്ന് പറയും. എന്നിട്ടാ സാധന അവിടെ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഇതിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ അത് ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്നൊരാൾ പറയാറുണ്ടാൾ ഒരിക്കലും ഈ പദ്ധതിയുടെ ആൾ പറയില്ല. ഈ പദ്ധതിയെ കുറിച്ച് ധാരണ ഇല്ലാത്തവർക്ക് പറയാം, നീ കോഴിവെട്ട് കണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പറയില്ലാന്ന്. പിന്നെ ഇപ്പൊ വളരെ ചെറുപ്പാണെങ്കിലും തന്നെ ആൺകുട്ടികളാണെങ്കിൽ അതിനെയൊക്കെ പിടിച്ചു വെച്ച് എന്തെങ്കിലുമൊക്കെ തോന്നിവാസം മറ്റു പലരും കാണിക്കുന്ന പോലെ കാണിക്കുന്ന പാരമ്പര്യമൊന്നും ഈ സമ്പ്രദായത്തിലില്ല. ആണായാലും പെണ്ണായാലും ശരി, കൃത്യമായി ആ സമ്പ്രദായത്തെ കുറിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവിടെ ഇരുത്തന്നെ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ മൈഥുനം എന്ന് പറയുന്നത് തന്നെ വഴി കൂടെ പോകുന്നവരെ ലൈംഗിക വേഴ്ചയ്ക്ക് വിളിക്കുന്നതോ ക്ഷണിക്കുന്നതോ ചൂഷണം ചെയ്യുന്നതോ അല്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെയൊക്കെ നിരന്തരം നമ്മൾ തന്നെ കേട്ടോണ്ടിരിക്കേണ്ട അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നതായിട്ട്. അവരെയൊക്കെ വിശ്വസിച്ചിട്ട് ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ വഴങ്ങുന്നു എങ്കിൽ അത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്. സമ്പ്രദായം ഒരിക്കലും അങ്ങനെയില്ല, നിഷ്ഠയുണ്ട് ഇന്നെന്ന പോലെ. അപ്പൊ അവിടെയാണ് ശക്തി സമേതനായിരിക്കുന്ന സാധകൻ ശക്തിയോട് മേളിക്കുമ്പോൾ നമുക്കെന്താ കുഴപ്പമെന്ന്. ലൈംഗിക ബന്ധം കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ സ്ത്രീയും പുരുഷനും ഏർപ്പെടുന്നതിൽ, പുരുഷനും പുരുഷനും സ്ത്രീയും ഏർപ്പെടുന്നത് പോലും ഇപ്പോൾ ഈ രാജ്യത്തിൽ നിയമതടസ്സം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ കണ്ടു നിൽക്കുന്ന നമുക്കെന്താ കുഴപ്പം, അവര് സമ്മതത്തോട് കൂടിയിട്ടല്ലേ. അതും തന്നെ കേവല ലൈംഗികത. കേവല ലൈംഗികത എന്താ, തൻ്റെതായിരിക്കുന്ന ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രം ആണ് പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ പോലും ബന്ധപ്പെടുന്നത്. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കുട്ടിയെ ഉണ്ടാക്കാൻ ഉദ്ദേശം, കുട്ടി ഉണ്ടായി കഴിഞ്ഞാലും ബന്ധപ്പെടുന്നത് അപ്പൊ ശാരീരിക സുഖമായിരിക്കും. അപ്പോൾ അതിനെ പവിത്രമായി കണ്ടുകൊണ്ട്, ഈശ്വരീയമായി കണ്ടുകൊണ്ട്, ദൈവീകമായി കണ്ടുകൊണ്ട് അനുവർത്തിക്കുന്നുവെങ്കിൽ അതിലെന്താ തെറ്റുള്ളത്? ഇത് ദൈവീകമായതാണ്, പവിത്രമായതാണെന്ന്, നല്ല പാപമാണെന്ന് കരുതാണോ വേണ്ടേ? അപ്പൊ അവിടെ പഞ്ചമത്തിന് മൈഥുനത്തിന് എന്താ കുഴപ്പം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ബ്രഹ്മാർപ്പണം ബ്രഹ്മാവീർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം അത് ബ്രഹ്മമാണ്, പരമമായ സത്യസ്വരൂപമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അത് ഈശ്വരന് സമർപ്പിച്ചിട്ട് കഴിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഇല്ലേ? ചില ആളുകളുണ്ട് ഇപ്പോഴും ഈ മാംസവും മത്സ്യവും ഒക്കെ ദൈവത്തെ വെച്ച് വലിയ ഹിന്ദുത്വം പറയുന്ന ആൾക്കാരാണ് ഈ കാണിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം കാണിക്കുന്നത് വലിയ ഹിന്ദുത്വം പറയുന്നിട്ടോ മത്സ്യം മാംസം ഉണ്ടെങ്കിൽ അവിടെ ഈശ്വര പ്രാർത്ഥന വേണ്ടാണ്. വിദ്യാനികേതൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഈ തരത്തിൽ പറഞ്ഞു കൊടുക്കുന്നതായി പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്, പച്ചക്കറിയൊക്കെയാണ് ഭക്ഷണത്തിൽ, അവിടെ അവർ ബ്രഹ്മാർപ്പണമൊക്കെ പ്രാർത്ഥിക്കും. അതല്ലെങ്കിലോ ഈ രക്ഷിതാക്കളൊക്കെ പറയത്രേ, ഇറച്ചി മീനും കഴിക്കുമ്പോൾ അത് പറയരുത്. ചില സന്യാസിമാരും പറയും മത്സ്യമാംസാദി കഴിക്കുമ്പോൾ ഭോജനമന്ത്രം ചൊല്ലരുത്. ഇവരൊക്കെ എവിടെ എത്തി നിൽക്കുന്നേ? ഈ ധർമ്മത്തിന്റെ സവിശേഷത എന്താണ്? ഈശ്വരീയമായതെല്ലാം തന്നെ ഈശ്വരനാണ്. ഓരോ ബ്രഹ്മവിത്തും ബ്രഹ്മം തന്നെയാണ്. നമ്മൾ അതിൽ നിന്നുണ്ടായതെല്ലാം അത് തന്നെയാണ്. തത്വമസി അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അത് തന്നെയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മാവീർ എന്നൊക്കെ പറയാൻ ശ്രമിച്ചത് അതുകൊണ്ട് ആചാര്യന്മാര്. അവിടെ ഇറച്ചി മീനെന്നല്ല, അവിടെ എനർജി, ഊർജം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഈശ്വരന് സമർപ്പിച്ച, അവിടെയാണ് പൂജയും ഹോമവും യാഗമൊക്കെ വരുന്നത്. വൈദികന്മാർക്ക് യാഗയജ്ഞാദികള്, അഗ്നിഹോത്രാദികളാണെങ്കിൽ താന്ത്രികന്മാർക്ക് പൂജാവിധാനങ്ങളാണ്. രണ്ടും രണ്ടന്നെയാണ്. ഒരു കൂട്ടർ അഗ്നിയിൽ ഈശ്വരനെ കാണുന്നു, മറ്റൊരു കൂട്ടർ വിഗ്രഹവും, അല്ലെങ്കിൽ ഈ പറയുന്ന വിഗ്രഹം എന്ന് പറഞ്ഞാൽ കേവലം രൂപം മാത്രമല്ല, അതിന്റെ ജോമെട്രിക്കലായിട്ടുള്ള എല്ലാ അവസ്ഥകളും, അല്ലെങ്കിൽ മരങ്ങൾ, നദികൾ, ഇതിനെയൊക്കെ ബാഹ്യമായിട്ട് എന്തിലെങ്കിലും കണ്ടുകൊണ്ട് ഉപാസിക്കുന്ന ആ സിസ്റ്റം താന്ത്രികമാണ്. അഗ്നിയിൽ കാണുന്നതാണ് വൈദിക സിസ്റ്റം. അവരും പഞ്ചഭൂതങ്ങളിൽ കാണുന്നുണ്ട്. ദേവതകളായിട്ട്, അഗ്നിദേവതയായിട്ടും വായുദേവനൊക്കെ ആയിട്ട് അവരും കാണുന്നുണ്ട്. പക്ഷെ അതിനൊരു ഉപാധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്നിലെ വിഗ്രഹം അല്ലെങ്കിൽ അഗ്നി. അപ്പൊ ഇതിലെന്താണ്, അതിൽ സമർപ്പിക്കുന്നു, എന്നിട്ട് താൻ കഴിക്കുന്നു. അല്ലെങ്കിൽ ആ അഗ്നി സ്വരൂപനാണ് ഞാൻ, അഗ്നിയിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. ആ വിഗ്രഹ വിശേഷണങ്ങൾ കൊണ്ട് ഗ്രഹിക്കേണ്ട വിഗ്രഹം തന്നെ എന്റെ ശരീരവും ദേഹോ ദേവാലയ. ഈ ബോധത്തിൽ താൻ കഴിക്കുന്ന ഭക്ഷണം, താൻ കുളിക്കുന്നതൊക്കെ ഈശ്വരീയമായിട്ട് കാണും. അപ്പൊ ഈശ്വരനെ സമർപ്പിച്ച് കഴിക്കണം എന്നതാണ് ഈ ധർമ്മം. ഏത് സമ്പ്രദായമാണെങ്കിലും ഈ ധർമ്മം ഈശ്വരനെ സമർപ്പിച്ച് കഴിക്കണം. ഭക്ഷണം, വിത്തിടുന്നത്, നമ്മൾ പാടത്ത് വിത്തെറിയുമ്പോൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് തേങ്ങ പൊട്ടിച്ച് ഒന്ന് പ്രാർത്ഥിക്കും. പാടത്ത് പണിയെടുക്കുന്ന ആളുകൾ ഇന്ന ജാതിക്കാരെന്നൊന്നുമില്ല, സമുദായം എന്ത് തന്നെയാണെങ്കിലും ശരി അതാ ചെയ്യാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വിത്തെറിയുന്നത്. ഇനി വിളവെടുത്താലോ അതും അവിടെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. നമുക്കറിയാം നെല്ലന്നറയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം, ഇതൊക്കെ നാടൻ സമ്പ്രദായത്തിന്റെ ക്ഷേത്രാവിഷ്കാരം മാത്രമാണ്. അവിടെ സമർപ്പിക്കും. അവന്റെ
ദൈവത്തിന് സമർപ്പിക്കും. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ വയലിൻ്റെ നടുക്കുണ്ട ഒരു കല്ല് കൊണ്ടുവച്ചിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ, ഒരു വേപ്പിൻ്റെയോ പുളിയുടെയോ ചോട്ടിൽ കറുപ്പസ്വാമി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സങ്കല്പമായിരിക്കും, കുലദൈവമായിരിക്കും. അധികം കറുപ്പസ്വാമി ആയിരിക്കും കുലം കാക്കുന്ന ദൈവമായിട്ട് അവിടെ അതിന് ആ പ്രദേശം സംരക്ഷിക്കുന്നത്. അവിടെ എന്ത് ചെയ്യും? ഇവിടെ വിളവെടുത്ത് കഴിഞ്ഞാൽ, വിളവിന് മുമ്പ് അവിടെ വെച്ച് വിത്ത് വെച്ച് പ്രാർത്ഥിക്കും, വിളവെടുത്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കും. അവിടെ ഒരു കടാ വെട്ടിയിട്ടുള്ള പൂജയൊക്കെ ഉണ്ട്. ഇന്ന് കർണാടകയിലൊക്കെ ഉണ്ട്. ഈ രാജ്യത്തിൻ്റെ പല കോണി രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഇത്തരം സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ വിത്താണെങ്കിലും സമർപ്പിക്കുന്നു, ഭക്ഷണം സമർപ്പിക്കുന്നു. മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർ മത്സ്യം അവരുടെ കുലദേവതയ്ക്ക് സമർപ്പിക്കും. മാംസമാണെങ്കിൽ മാംസം അതിൻ്റെ ആളുകൾ അവർക്ക് സമർപ്പിക്കും. അതുപോലെ തന്നെയാണ് ലൈംഗികതയും. ഗർഭാധാനം എന്ന് വൈദികന്മാർ പറയും. അത് സമർപ്പണമാണ്. കേവലം ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രമുള്ള ബന്ധങ്ങൾ ഈ സമ്പ്രദായം അംഗീകരിക്കുന്നില്ല. വൈദിക സമ്പ്രദായത്തിൽ ഗർഭാധാനം മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. എന്നാൽ തന്ത്രത്തിൽ അങ്ങനെയല്ല. സ്ഖലനം വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, മൈഥുനം വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ബ്രഹ്മചര്യം പൂർണ്ണമാകണമെങ്കിൽ ഈ പറയുന്ന ശുക്ലസ്ഖലനം സംഭവിക്കണ്ട എന്നല്ലേ. അപ്പോൾ മൈഥുനം എന്തിന് നിഷേധിക്കണം എന്നൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഇതൊരു വലിയൊരു സബ്ജക്റ്റ് ആയിരിക്കും, നമ്മൾ കൂടുതൽ കടന്നു പോകുന്നില്ല. എന്തായാലും മൈഥുനം നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. ഈശ്വരീയമാകണം, അനുഭൂതിയിലേക്ക് കടക്കണം, പരമാനന്ദത്തിലേക്ക് കടക്കണം. ആ സങ്കല്പമാണ് പ്രതിഷ്ഠാ സങ്കല്പം, ശിവശക്തി മേളനത്തിന്റെ സങ്കല്പമാണ്. ഇതെല്ലാം ഭൗതികമായിട്ടുള്ള ആചാര പദ്ധതികളുടെ ഭാഗമാണ്. ഭൗതികമായ ആചാര പദ്ധതികളിൽ പ്രത്യക്ഷമകാരങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാംസാഭാവേനെ ലശുനം സാർദ്രകം നാഗരന്തൂവ എന്നൊക്കെ പറഞ്ഞ എന്തുകൊണ്ടാ? മാംസത്തിന്റെ അഭാവത്തിൽ ചില വസ്തുക്കൾ വെക്കാമെന്ന് പറയുമ്പോൾ പിന്നെ നാവിന്റെ രുചിയെ നിയന്ത്രിക്കാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? മാംസത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു. പിന്നെന്താണ്? ഗേജര, ഭൂജര, ജലജ എന്നൊക്കെ പറയുന്നുണ്ട്. ജലമാർഗത്തിൽ സഞ്ചരിക്കുന്ന, ആകാശമാർഗം സഞ്ചരിക്കുന്ന, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന പക്ഷികളെയൊക്കെ അതിൽ നിയമവിധേയമായിട്ട്, ഈ കാലത്ത് നിയമവിധേയമായിട്ടാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയൊക്കെ അറുത്ത് സമർപ്പിച്ച് കഴിക്കാം, പൂജയ്ക്ക് കൊടുത്ത് നമുക്ക് സ്വീകരിക്കാം, യജ്ഞശിഷ്ടം ഭുജിക്കാം. അല്ലാണ്ട് ഭുജിക്കാൻ പറ്റില്ല. യജ്ഞമായിട്ടേ ശാരീരിക ലൈംഗികത കൊണ്ടുള്ളൂ, യജ്ഞമായിട്ടേ മദ്യം സേവിക്കാൻ പറ്റുള്ളൂ, യജ്ഞത്തിന്റെ ശിഷ്ടമായിട്ട് തന്നെയാണ് മാംസവും മത്സ്യവും ഒക്കെ സേവിക്കാൻ പറ്റുള്ളൂ. ഭക്ഷണം നിത്യേന ചോറ് മുണുമുണുന്നതും യജ്ഞത്തിന്റെ ശിഷ്ടമായത് മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് ഭാര്യ വിളിച്ച് കല്യാണ സദ്യക്ക് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ഒരു സന്യാസിമാരുടെ ഇതിൽ പോയപ്പോൾ സന്യാസിമാർ കഴിക്കണപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ തന്നെ പരിമിതമായ ചിരട്ടയിലാണ് കഴിക്കുന്നത്. പക്ഷെ സന്യാസിമാരിങ്ങനെ മറ്റേ ബാലരമാമർ ചിത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ചില തീറ്ററപ്പായിമാരുടെ മുന്നിൽ ഇങ്ങനെ വള്ളം പിന്നെ അതുപോലെ കഴിക്കുന്നത്. കഴിച്ചോട്ടെ, പക്ഷെ അങ്ങനെ കഴിക്കാൻ വിധിയുണ്ടോ? സന്യാസിയാണെങ്കിലും ഗൃഹസ്ഥാശ്രമിയാണെങ്കിലും വിധിയില്ല. യജ്ഞശിഷ്ടം കഴിക്കാൻ പറയുമ്പോൾ എത്രത്തോളം കഴിക്കാൻ പറ്റും? വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇറച്ചി മീനും തിന്നുന്നുണ്ടോ എന്നുള്ളതല്ല ഇതിന്റെ മാനദണ്ഡം. കഴിക്കുന്നതിന്റെ മാനദണ്ഡം ഇങ്ങനെയൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ എത്ര ആൾക്കാർക്ക് ഇത് പാലിക്കാൻ പറ്റുന്നുണ്ട്? അത് തിന്നെ പച്ചക്കറി എന്നുള്ളതിന്റെ മാനദണ്ഡം. അപ്പൊ ഇവിടെ യജ്ഞശിഷ്ടമായി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് യജ്ഞത്തിന്റെ ഭാഗമായി ഇന്നത് പറ്റും. ഇതിന് തന്ത്രത്തിന്റെ വീക്ഷണം മാത്രമല്ല. ബ്രഹ്മസൂത്ര ഭാഷ്യം ഭഗവാൻ ശങ്കരാചാര്യ ഭാഷ്യം ചമയ്ക്കുന്ന സമയത്ത് യജ്ഞത്തിന്റെ ബലിയെക്കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്. ശങ്കരാചാര്യ സ്വാമികളും പറഞ്ഞു വെക്കുന്നത് യജ്ഞത്തിന് ബലി ആചരിക്കണം എന്നാണ്. ഈ വൈദിക യാഗയജ്ഞാദികൾക്ക് ബലി ആചരിക്കണം എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ പറയുന്നല്ല. ശങ്കരാചാര്യ സ്വാമികളുടെ ബ്രഹ്മസൂത്രം ഭാഷ്യം ഇവിടെ അവൈലബിൾ ആണ്, ആർക്കും നോക്കാം. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് വേദപരമായിരിക്കുന്ന ആചാരങ്ങളിലെ ഹിംസ അഹിംസയാണ്. അവിടെ മനുവും പറഞ്ഞു വെക്കുന്നുണ്ടാണ് ദേവകാര്യങ്ങൾക്കും പിതൃകാര്യങ്ങൾക്കും ഈ ബലി ആചരിക്കണം എന്ന്. ഇതിനെ മറ്റു മതങ്ങളും ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ജൈനമതത്തിൻ്റെതായിരിക്കുന്നു. എല്ലാവരും ബുദ്ധമതം പറയാ. ബുദ്ധമതമല്ല. ബുദ്ധൻ മരിച്ചത് പന്നിമാംസം കഴിച്ചിട്ടുള്ള അഭിപ്രായം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മഹാവീരന്റെ കാര്യം അങ്ങനെയല്ല. ജൈനമതത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വായ മൂടിക്കെട്ടുന്ന സമ്പ്രദായമൊക്കെ ഉള്ളത്. കാരണം അത്ര കണ്ട് ഇതിന് ഹിംസ പാപമാണെന്ന് പറയുമ്പോൾ അത്തരം ആശയങ്ങൾ കടന്നു വന്നുകൊണ്ട് ജൈനമതം മോശമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ആരും ചിത്രീകരിക്കരുത്. നമ്മൾ ഒരു ദർശനത്തിനും എതിരല്ല. അത് മറ്റൊന്നിലേക്ക് കടന്നു കയറുന്നതിനെതിരാണ്. അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കൊള്ളണം, അത് അതിൻ്റെ വഴിക്ക് നിലനിന്നോളണം. അതിൻ്റെ സ്വാധീനം മറ്റൊടത്ത് വരാൻ പാടില്ല. അപ്പോൾ വൈദിക ധർമ്മത്തിൻ്റെതായിരിക്കുന്ന ഹിംസയുടെ മഹത്വം അത് അഹിംസയാണെന്ന് ശങ്കരാചാര്യ സ്വാമികളും പറഞ്ഞു വെക്കുകയാണ്. പക്ഷെ എന്താണ്, നമ്മൾ അതിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിനും തന്നെ കുറെ ഹിന്ദു സംഘടന നേതാക്കൾ തന്നെയാണ് പരിശ്രമിച്ചത്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെതായിരിക്കുന്ന പുരോഗമനാശയം ഒക്കെ ഇതിന്റെ മുകളിലാണ് കിടക്കുന്നത്.
ഈ ധർമ്മത്തിന്റെ മുകളിലാണ് സ്വാമി വിവേകാനന്ദന്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് മോശമാക്കാൻ ശ്രമിക്കുന്നത്, മറ്റൊന്നിനുമില്ല. ഈ പറയുന്ന സന്ദീപാനന്ദ സ്വാമികളും ഇവിടെ എന്താ പറയുക, ഗോവധ നിരോധനത്തിന്റെ ഭാഗമായി ചർച്ച നടക്കുമ്പോൾ എന്താ പശുവിനെ തിന്ന എന്ന് ചോദിക്കുന്ന ആളാണ്. പശുവിനെ തിന്ന നമുക്കൊന്നുമില്ല, പക്ഷെ ഇത് ചോദിക്കുന്ന ആൾ ഇവിടെ പഞ്ചമകാരം മോശമെന്നും പറയും. അതൊരു ശരിയായ പ്രവണതയല്ല. അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ച് വേണം, അത് അങ്ങനെയല്ല. അവർക്ക് തിന്നാം, അവിടെ പോയിട്ട് ഞാൻ ബീഫ് കഴിക്കും അതൊക്കെ പറയും, പക്ഷെ ഇവിടെ പറ്റില്ല എന്ന് പറയാണ്. അതൊരു ശരിയായ പ്രവണതയല്ല എന്നാ പറഞ്ഞുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പ്രത്യക്ഷ മകാരങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഭൗതിക പൂജാക്രമത്തിലും യജ്ഞക്രമത്തിലുമാണ്. യജ്ഞങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബാഹ്യമായി കുളിക്കുന്നത് എല്ലാം തന്നെ, ബാഹ്യമായ ഈ ക്രമങ്ങളെല്ലാം തന്നെ ആന്തരികമായ പദ്ധതിയിലേക്ക് നമ്മളെ നയിക്കുന്നതിനാണ്. നമ്മളെന്തിനാ സ്കൂളിൽ പോയിട്ട് തറാപ്പറയൊക്കെ പഠിച്ചു പോകുന്നത്? തറയായിരിക്കാനാണോ? അല്ല. ബാക്കി ശേഷിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ഒരുപാട് പാഠ്യപദ്ധതിയിലേക്ക് നമ്മളെ നയിക്കാൻ ബേസിക് ആയിട്ട് കുറെ കാര്യം വേണം. ആ ബേസിക് പദ്ധതിയുടെ ഭാഗമാണ് എന്നതിൽ നമുക്കൊരു സംശയവും ഇല്ല, നമുക്കതിന് അഭിപ്രായ വ്യത്യാസവും ഇല്ല. എന്നാൽ ഇത് ഇല്ലാണ്ട് എനിക്ക് പോയിക്കൂടെ ചോദിച്ചാൽ പോയാൽ ഒരു കുഴപ്പമുണ്ട്, ഇത് എന്താണെന്ന് അറിയില്ല. ഇവിടെ ഉണ്ടാക്കിയ ശർക്കര പായസം കഴിക്കാണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ശർക്കര പായസം ഒന്നും വേണ്ടാന്ന് കൊണ്ട് കാര്യമുണ്ട്. ഇത് രുചി അറിയണ്ടേ? ഒരു പദ്ധതി ഉണ്ട്. അതാത് സമ്പ്രദായത്തിന്റെ പദ്ധതി അറിഞ്ഞു പോയാൽ ഇതിനെ നിഷേധിക്കില്ല. അല്ലാണ്ട് എടുത്താണ് ചാടിയിട്ട് കാര്യമൊന്നുമില്ല, ചാടിയിട്ട് ഒരു കാര്യമില്ല. അവരൊരിക്കൽ ചാടിയവര് വേണം ഞാനത് അനുഭവിച്ചിട്ടില്ല എന്ന് വേണം, മറ്റൊക്കെ പറഞ്ഞോളൂ. അപ്പൊ തന്ത്രപദ്ധതി ആവട്ടെ വേദപദ്ധതി ആവട്ടെ, ദ്രവ്യപരമായിരിക്കുന്ന യജ്ഞത്തിന്റെ ഭാഗം അതൊരിക്കലും തെറ്റല്ല, അത് ശരിയാണ്. ആ വഴിക്ക് തന്നെ പോകണം. ഇനി നിങ്ങൾ എന്തെങ്കിലും ദ്രവ്യങ്ങൾ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സാമ്പ്രദായികമായിട്ട് നിങ്ങൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആത്മീയത സാധ്യമല്ല എന്ന് മനസ്സിലാക്കൂ. അല്ലെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ആത്മീയത അല്ല ആത്മീയത. നമ്മളുടെ ഈ പറയുന്ന ഹൈന്ദവ ധർമ്മ വ്യവസ്ഥ ഏതെങ്കിലും ഒന്നിലൊതുങ്ങിയതല്ല. നാം ആയിരുന്നു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകണം. നമ്മെ മാറ്റിക്കൊണ്ടൊരു ഉപാസന പറയുന്നു എങ്കിൽ അതെടുത്ത് വലിച്ചെറിയൂ നിങ്ങൾ. അത് നിങ്ങളുടേതല്ല, അത് ആ രീതിയിലുള്ളവൻ്റെതാണ്. ആ രീതിയാണ് ശരിയെന്ന് ആര് പറഞ്ഞു വെച്ചാലും നമ്മൾ തന്നെ പറഞ്ഞാലും അത് നമ്മുടെ ദർശനത്തെ വളർത്താനുള്ള നമ്മളുടെ ഒരു ത്വരയാണ്. അതൊരു പൊളിറ്റിക്സ് മാത്രമാണ്, രാഷ്ട്രീയം. എൻ്റേതായിരിക്കുന്ന ഒരു സംവിധാനത്തോടാണ് ഞാൻ അതിൻ്റെ പരമാധികാരിയാകണമെന്ന എൻ്റെ ഇടുങ്ങിയ കാഴ്ചപ്പാട് എന്നാണ് എൻ്റെ വീക്ഷണം ശരിയെന്ന് വരുന്നത്. മറ്റവൻ്റെ ശരിയാകുന്നത് എപ്പോഴാണ്? മറ്റവൻ ഇവനെ ആദരിക്കുമ്പോഴാണ്. നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് പഞ്ചമകാരം മാത്രം ശരിയെന്നുള്ളതല്ല, പഞ്ചമകാരം തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. തെറ്റാണെന്ന് പറയുമ്പോഴും അത് തെറ്റാണ്, മറ്റേ ശരി എന്ന് പറയാൻ പാടില്ല. അത് തെറ്റാകുമ്പോൾ മറ്റതിനും തെറ്റുണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലേ. ഒന്നും ശരിയാണെന്നല്ല, ശരിയാകുന്നത് നമ്മുടെ മാർഗമാണ്. നാം ഒരു മാർഗം സ്വീകരിക്കുക. അപ്പം നമ്മൾ ഒരിക്കലും നമ്മളിൽ നിന്ന് മാറിക്കൊണ്ടൊരു ഉപാസന സ്വീകരിക്കാതിരിക്കുക. പച്ചക്കറി കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മോക്ഷം ലഭിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, മുയലും മാനൊന്നും ഇങ്ങനെ കടന്ന് കാട്ടുകൂടെ തേടേണ്ട ആവശ്യമില്ല, എന്നോ മോക്ഷം നേടിപ്പോയിട്ടുണ്ടാവും അല്ലേ? നീ മാംസം കഴിക്കുന്നതാണെങ്കിലോ ഈ മാംസം കഴിക്കുന്നവന്മാരൊക്കെ മോക്ഷത്തിലേക്ക് നയിക്കും. കള്ളു കുടിക്കുന്നതാണ് ഈ കള്ളുടിയന്മാരൊക്കെ മോക്ഷം ലഭിക്കണ്ടേ? 24 മണിക്കൂറും വെള്ളത്തിൽ കുളിച്ച് ഗംഗാ സ്നാനം ചെയ്ത് ഇപ്പൊ തന്നെ നമ്മൾ കുംഭമേള നടക്കുന്ന ഇങ്ങനെ സ്നാനങ്ങളൊക്കെ ചെയ്ത് നടക്കുകയാണെങ്കിൽ അവിടെ കിടക്കുന്ന ഈ ഞണ്ടും മാമയും അല്ലെങ്കിൽ മീനുകളൊക്കെ എന്നോ മോക്ഷം നേടണ്ടേ? അപ്പൊ ഇതൊന്നും അല്ല അതിന്റെ. അല്ലെങ്കിൽ ഭസ്മം കുറെ വാരിപ്പൂശ, കുറെ ജട പിടിപ്പിക്കുക, ഇപ്പൊ തന്നെ പാമ്പ് കുറെ ചുറ്റുക, ഇതൊക്കെയാണ് മോക്ഷത്തിന് ആധാരമെങ്കിൽ പാമ്പ് വേലായുധനായിരിക്കും ഏറ്റവും വലിയ മോക്ഷത്തിന് അധികാരി അല്ലേ? അങ്ങനെയൊന്നുമല്ല, ഇതൊന്നുമല്ല മാനദണ്ഡം. അപ്പൊ ഈ നിങ്ങളല്ലാതെ നിങ്ങൾ ഒരിക്കലും ആധ്യാത്മികത കൈകാര്യം ചെയ്യാതിരിക്കുക. കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ആകാൻ കഴിയില്ല. കാരണം നിങ്ങളിൽ നിന്ന് പോയിരിക്കും. നിങ്ങളില്ല, നമ്മളില്ലാണ്ട് പിന്നെ നാം എന്താ? നമുക്ക് നമ്മളായിരിക്കാൻ പറ്റണം. നമ്മളായിരിക്കുക എന്നാൽ നമ്മളൊരു ക്രൂരനാണെങ്കിൽ ക്രൂരതയോട് കൂടിയിട്ടല്ല, ഒരു മാനുഷികത വരണം. അതിൻ്റെ അപ്പുറം നമ്മളായിരിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ സ്വാഭാവികത നിലനിർത്താൻ നമുക്ക് പറ്റണം. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്താലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. എവിടെയും പോയിട്ട് നമുക്കൊരു പൊറുതിയേടല്ലേ? ഇതന്നെയാണ്. അപ്പൊ ഇവിടെയാണ് പഞ്ചമകാരങ്ങൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അത് ഉപേക്ഷിച്ചുകൊണ്ടല്ല, അതിൽ നിലനിന്നുകൊണ്ട്. ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ചിട്ട് ഭാര്യയെയോ ഭർത്താവിനെയോ ഉപേക്ഷിച്ചുകൊണ്ടല്ല. രണ്ടാൾക്കും കുഴപ്പമില്ലെങ്കിൽ ഒന്നിച്ചെന്നെ പോവുക. രണ്ടാൾക്കും സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾ പിരിയാതിരിക്കുകയും ചെയ്യാം. അതുപോലെ ഭക്ഷണമാണെങ്കിൽ മീൻചാറ് കൂട്ടി ഭക്ഷണം കഴിക്കുന്നവർ മീൻചാറോട് കൂടി എനിക്ക് എങ്ങനെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റും നോക്കണം. എന്നിട്ട് മീൻചാറ് ഒഴിവാക്കിയിട്ടല്ല. ചെത്തുകാരൻ ചെത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഈശ്വരനെ സാക്ഷാത്കരിക്കണം ശ്രമിക്കണം. അല്ലാണ്ട് ചേറ്റ് കത്തി 4 ക്ഷൗരം ചെയ്തുകൊണ്ടാവരുത് ഈശ്വര സാക്ഷാത്കാരം നേടേണ്ടത്. അത്തരം ആളുകൾക്ക് അത് ചെയ്യാം. അവർക്ക് ക്ഷൗരത്തിന്റെ പണി അറിയുള്ളൂ, അവർക്ക് തെങ്ങമക്കാരൻ അറിയില്ല. അതുകൊണ്ട് അവരത് ചെയ്യട്ടെ. നിങ്ങൾക്ക് ക്ഷൗരത്തേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ചെത്താനറിയെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ. ചെത്തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ താല്പര്യപ്പെടുന്നത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ അവിടെയാണ് അവനവനായിക്കൊണ്ട് ഉപാസന മുന്നോട്ട് കൊണ്ടുപോവുക.
ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഈ ദ്രവ്യങ്ങൾ ഒരു പാപമല്ല, മോശമല്ല. പഞ്ചമകാരം മോശമല്ല. പഞ്ചമകാര സാധന ചെയ്യുന്ന ആരും തന്നെ ഒരാളെ നിർബന്ധിച്ച് പിടിച്ച് വെക്കില്ല. ഇത് ഒന്നുകിൽ സ്വാമിജി ആദ്യകാലത്തിൽ എവിടെയും പോയപ്പോൾ ഉണ്ടായ അനുഭവമായിരിക്കാം, വിവേകാനന്ദ സ്വാമികൾ. അതല്ലെങ്കിലോ അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും ഉണ്ടാക്കിയ കഥയായിരിക്കാം. അതല്ലെങ്കിലോ ഈ സമ്പ്രദായം എന്തെന്നറിയാതെ കുറെ വേഷം കെട്ടി നടക്കുന്ന ആളുകൾ ചെയ്ത ഒരു തെറ്റായിരിക്കാം. ഇത്രയേ ഉള്ളൂ. അത് പറഞ്ഞത് ഇത് ഭൗതികമായിട്ടുള്ള ആചാരക്രമമാണ്. ആത്യന്തികമായി ഒരു ആത്മീയ തലം നമ്മൾ പറഞ്ഞതാണ്. കുളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പൂജിക്കുന്നതൊക്കെ ആന്തരികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. ബാഹ്യശുദ്ധി ആന്തരിക ശുദ്ധിക്കാണ്. ബാഹ്യ പൂജയോ ആന്തരികമായിട്ടുള്ള പൂജാ പദ്ധതിക്കാണ്. എന്താ ആന്തരികമായ പൂജാ പദ്ധതി? ബാഹ്യമായ പൂജാ പദ്ധതി നമ്മൾ ഈശ്വരിലേക്ക് ലയിക്കുന്നു എന്ന് വരുത്തുകയാണെങ്കിൽ, ബാഹ്യമായി സങ്കല്പമാണെങ്കിൽ, ഞാൻ ദേവനായിക്കൊണ്ട് ഞാൻ ദേവനെ പൂജിച്ച് ദേവനിലേക്ക് ലയിക്കുന്നു എന്ന ബാഹ്യമായ ക്രമമാണെങ്കിൽ, ആന്തരികമായിട്ട് ഞാൻ ദേവനാണെന്നും ദേവിയാണെന്നും സങ്കല്പിച്ച് അതിലേക്ക് ലയിക്കുന്ന പദ്ധതിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് പഞ്ചമകാരങ്ങൾക്ക് മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം 5 കാര്യങ്ങൾക്കും അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളുമുണ്ട്. ആ ആത്മീയ അർത്ഥത്തിലാണ് ആനന്ദത്തിന്റെ അമൃതധാര വരുന്നതും, ശിവശക്തി മേളനം വരുന്നത്, രസനയെ നാവിനെ നിയന്ത്രിക്കൽ വരുന്നത്, പ്രാണായാമം, മദ്യം വരുന്നത്, മത്സ്യം വരുന്നത്. അതുപോലെ തന്നെ മുദ്ര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇന്ദ്രിയ നിഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ബ്രഹ്മചര്യമായിരിക്കും. ഇതൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വീക്ഷണമാണെന്ന്. ഒന്നാണെങ്കിൽ നമുക്ക് ഒതുക്കാൻ പറ്റും, ഒന്നാണെങ്കിൽ ഒതുക്കാം. ഒരുപാട് പറഞ്ഞൂടെ? പറ്റില്ല. അതാ നമ്മളെ സംബന്ധിച്ച്, അതായത് സമ്പ്രദായം പിൻപറ്റുന്ന ആളുകൾക്ക് മാത്രമേ നമ്മുടെ വീക്ഷണം പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡസൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഒരുപാടുണ്ട്. അത് ആ സമ്പ്രദായത്തിൽ ഒരു ഗുരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ നേടാൻ പറ്റും. അപ്പൊ ഇവിടെയാണ്, അവിടെ ഇതൊക്കെ ഉണ്ട്. അവിടെ ഇതിന്റെ ആത്മീയ തലമാണ്. അപ്പൊ ഈ ആത്മീയ തലം മാത്രമാണോ ഈ വാമാചാര കൗള പദ്ധതി? അല്ല, യോഗഭോഗാത്മകം കൗളം എന്നാണ്. യോഗ പദ്ധതി മാത്രമായിക്കൊണ്ട് പറയുന്നതിനെ കൗളം എന്ന് പറയാൻ പറ്റില്ല. യോഗ പദ്ധതി മാത്രമാണെങ്കിൽ കൗളമല്ല. എല്ലാവരും പറയും ഈ പറയുന്ന ഭോഗ പദ്ധതി അല്ല കൗളം എന്ന് പറയും, ഒരു യോഗയാണെന്ന് പറയും. അങ്ങനെയല്ല. യോഗ മാത്രമാണെങ്കിൽ കൗളമല്ല. കുലാകുല സംയുക്തം, കുലവും അകുലവും തമ്മിൽ ചേരണ്ടേ? അല്ല, അത് ശിവശക്തി മേളനല്ലേ? അങ്ങനെയാണെങ്കിൽ ശിവനും ശക്തിയും വേണ്ടേ? ശിവത്വം ആത്മീയതയാണെങ്കിൽ ശക്തി തത്വം ഭൗതികതയാണ്. അപ്പൊ അത് രണ്ടും, ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, ശരീരം ആദ്യമെങ്കിലും ധർമ്മസാധനം, ശരീരമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആത്യന്തികമായ സത്യത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അവിടെ ഭൗതികത ഉപേക്ഷിച്ചൊരു പരിപാടിയില്ല. നമ്മളിതൊക്കെ വാരി വലിച്ചെറിഞ്ഞ് നമ്മൾ നഗ്നനായി നടന്നുകൊണ്ട് കൗളത്തിന് പ്രത്യേകിച്ചൊന്നും വരാനൊന്നുമില്ല. അങ്ങനെ നടന്നു തന്നെയുള്ളൂ. ഭൗതികതയെ നിഷേധിച്ചുകൊണ്ട് എങ്ങനെ കൗളനാവും? നീ കുറെ കോട്ട് സൂട്ടൊക്കെ ഇട്ടു, എന്താണ്? ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഉണ്ട്. നമ്മൾ അതിന്റെ ആത്മീയത കളഞ്ഞാലോ? ഇറച്ചിയുണ്ട്, മീനുണ്ട്, കള്ളുണ്ട്, എല്ലാ ആർഭാടങ്ങളുണ്ട്, ആധ്യാത്മികതയൊന്നും ഇല്ല എന്ന് കരുതാം. അപ്പോഴും കൗളാവില്ല. അപ്പൊ കൗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഞ്ചമകാര സാധന എന്ന് പറഞ്ഞാൽ കേവല ദ്രവ്യത്തിൽ ഒതുങ്ങുന്നതല്ല. ദ്രവ്യവും ഉണ്ടായിരിക്കണം, ഒപ്പം ആത്മീയതയും ഉണ്ടായിരിക്കണം. ആത്മീയതയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന യോഗ പദ്ധതികളുണ്ട്. അപ്പോൾ മാത്രമാണ് യോഗ പദ്ധതി. അല്ലെങ്കിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞ പോലെ ഈ നിത്യാചാരത്തോടുകൂടി അനുഭവിച്ചറിയേണ്ടതാണ്. അല്ലാണ്ട് പുസ്തകത്തിൽ ആരെഴുതി വെച്ചത് വായിച്ചിട്ടും ആ ശിവനും ശക്തി മേളനമാണ് മൈഥുനം, അല്ലെങ്കിൽ മദ്യം എന്ന് പറഞ്ഞ ആനന്ദത്തിന്റെ അമൃതധാരയാണ്, അത് ശിരസെന്ന് ഇങ്ങനെ അമൃതം ഒഴുകും എന്നൊക്കെ ആരെങ്കിലും എഴുതി വെച്ച ബടായി വായിച്ചിട്ടെ അതാണെന്ന് പറയാൻ എളുപ്പം. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ ചോദിച്ചാ ബബ്ബ പറയും. അനുഭവം ഉണ്ടാവണമെങ്കിലോ ഇതിന്റെ മകാരങ്ങളിൽ പ്രാക്ടീസ് ചെയ്യണം. മകാര പ്രാക്ടീസിലൂടെ മാത്രമേ അനുഭവം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് പറ്റില്ല. അല്ലാണ്ട് ഇപ്പൊ ചിലർ ഈ സമയാചാരമില്ലേ, ഹംസമാർഗം ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതും അതും കൂടി ഉണ്ടാവണം. എന്നിട്ട് പിന്നെ അതിന് മുഴുകിക്കോളും, ഒരു കുഴപ്പമില്ല. ഇതിനെ അറിയാണ്ട് അതിന് മുഴുകിക്കഴിഞ്ഞാൽ അത് കൗളമാർഗത്തിലുള്ള സഞ്ചാരമല്ല. സമയാചാരം മാത്രം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നുമില്ല. കൗളൻ സമയനിഷ്ഠനായിരിക്കണം നിർബന്ധ. അപ്പൊ സ്വാഭാവികമായിട്ടും സമയനിഷ്ഠൻ കൗളത്തെ ഈ പറയുന്ന പഞ്ചമകാര സാധനയെ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് പറ്റില്ല. കഴിഞ്ഞ ജന്മത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് തന്നെ പറയാന്ന് മാത്രമല്ല. ഈ സമ്പ്രദായമാണെന്ന് പറയണമെങ്കിൽ, അല്ലാണ്ട് നിങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ പഞ്ചമകാരങ്ങളെ കുറിച്ച് സന്ദീപാനന്ദഗിരി സ്വാമി, നിർമ്മലാനന്ദഗിരി സ്വാമിന് ഏതെങ്കിലും ഗിരിയോ പുരിയോ സരസ്വതിയോ ഭാരതിയോ വനോ ആരണ്യോ എന്ത് പറഞ്ഞാലും ശരി, ഇവരാരെന്ത് പറഞ്ഞാലും അതൊന്നുമല്ല അതിന്റെ മാനദണ്ഡം. അതിന് കൃത്യമായിട്ടൊരു പദ്ധതി ഉണ്ട്. അതുകൊണ്ട് മോശമല്ല. ഭൂരിപക്ഷ ഹൈന്ദവർ മാത്രമല്ല, ലോകത്തുള്ള ഭൂരിപക്ഷ വിശ്വാസി സമൂഹത്തിന്റെ ആരാധനകളുമായി ബന്ധപ്പെട്ടാണ് പഞ്ചമകാരങ്ങൾ. മറ്റതൊക്കെ വളരെ ന്യൂനപക്ഷ ആളുകളുടെ, ആ ഭൂരിപക്ഷം ആളുകളുടെ അനുഭവ തലത്തിലൂടെ അവരറിഞ്ഞ്, യേശു ആവട്ടെ, ഈ മുഹമ്മദ് ആവട്ടെ, ഇവരുടെയൊക്കെ പദ്ധതി, ഇപ്പൊ ബുദ്ധന്റെ തന്നെ വിചത്രയാന പദ്ധതി, ഇതിലൊക്കെ ഈ സമ്പ്രദായം ഇല്ലേ, ഈ വ്യവസ്ഥകളില്ലേ? ഈ പച്ചക്കറിവാദം എവിടെയുള്ള? വളരെ റയർ. അത് പച്ചക്കറിവാദം മോശമെന്നല്ല പറയുന്നേ. വീണ്ടും അങ്ങനെയൊന്നും അർത്ഥാക്കണ്ട.
പക്ഷെ അതാണ് ഇത് എന്തോ സംഭവം എന്ന് പറഞ്ഞു വെക്കുന്നുള്ള ഒരു പോരായ്മ. മനുഷ്യനോട് പ്രകൃതി വിരുദ്ധമായി സഞ്ചരിക്കാൻ പറയുകയാണ്. നമുക്ക് ദയുണ്ടാകേണ്ടത് ഈ പറഞ്ഞ ശങ്കരാചാര്യസ്വാമികൾ അനുകമ്പ പറഞ്ഞിട്ടില്ലേ? അത് നാരായണ ഗുരുദേവൻ മാത്രം പറഞ്ഞാണ് നിങ്ങൾ മനസ്സിലാക്കുന്നേ. ശങ്കരാചാര്യസ്വാമികൾ അനുകമ്പയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യസ്വാമികൾക്ക് അനുകമ്പയും ഉണ്ട്. പക്ഷെ എന്താണ് ഈ പറയുന്ന ശാസ്ത്രത്തെ നിന്ദിക്കരുത്, ശാസ്ത്രത്തെ നിഷേധിക്കരുത്. ഡോക്ടർ ആവണമെങ്കിൽ നിങ്ങൾ മേത്തിങ്ങനെ പണ്ട് മന്ത്രിച്ചു എന്ന പോലെ ഊതിയാ മതി എന്ന് പറഞ്ഞാൽ അസുഖം മാറില്ല കുട്ടികളെ. അങ്ങനെ അസുഖം മാറില്ല. ഓരോ അസുഖം ചിലപ്പോൾ മേത്ത് നമ്മൾ കീറി മുറിക്കേണ്ടി വരും. ആ മുറിക്കുമ്പോൾ ചോര വരും. അപ്പൊ ഇന്നൊക്കെ നമുക്ക് വേദനിപ്പിക്കാതിരിക്കാൻ അനസ്തേഷ്യ കുത്താം. പണ്ട് അങ്ങനെ കഴിയില്ല. എന്നിരുന്നാലും വേദനിപ്പിച്ചിട്ടാണ് അസുഖം മാറ്റണം. അവിടെ അയ്യോ പാവം കരുതി എങ്ങനെ ഉണ്ടാവും? അവിടെയാണ് ശാസ്ത്രത്തിന് നിഷേധിക്കരുത്. ഇവിടെ ഊതിയാമതി എന്നാ പറയുന്നത്, വേദനിക്കൊണ്ട് ഊതിയാ മതി. ഈ ഊതിച്ച് മന്ത്രിക്കട്ടലാണ് ഇവരുടേതായിരിക്കുന്ന ശാസ്ത്രം. അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നേ. ഇവിടെ ഊതിക്കലില്ല. ഇതിന്റെ റിസൾട്ട് കിട്ടണം. റിസൾട്ട് കിട്ടണമെങ്കിൽ അനുഭവിക്കണം. അപ്പം മൃഗത്തെയോ പക്ഷിയെയോ ആശ്രയിക്കുന്നു എങ്കിൽ അതിനോട് ആദരവാണ്. ഈ ശാസ്ത്രത്തിന്റെ അനുഭവത്തിനാണ്. അതിന്റെ ഭൗതികമായിട്ടുള്ള ഭോഗത്തിന് വേണ്ടി മാത്രമല്ല, ഭോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് ഈ ധർമ്മം പഞ്ചമകാര പദ്ധതി തന്നെ നിഷേധിച്ചിരിക്കുന്നു. ഒരു മൃഗത്തിന് എത്ര രോമമുണ്ടോ? അന്യതാത്മകം പ്രാണ്യപ്രിയ നിവാസേ നരകേ ദിനാനി പശുരോമഭി. ഒരു മൃഗത്തിന് എത്ര രോമങ്ങളുണ്ടോ അത്രയും കാലം നരകത്തിൽ കഴിയേണ്ടി വരും. ആ വിധിയല്ലാതെ, ആ വിധി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾ ആ നരകത്തിൽ പതിക്കുന്ന, രൗരവാദി നരകത്തിൽ പതിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെയും ദയയും നീതിയില്ലാത്ത കേടൊന്നുമില്ല. അത് വൈദിക സമ്പ്രദായം അങ്ങനത്തെയാണ്. ഇതിന്റെ പേരിൽ പേക്കൂത്തുകൾ നടക്കുന്നു എങ്കിൽ ഈ സമ്പ്രദായത്തിന്റെ അല്ല. ഇതിന്റെ പേരിൽ ആരെങ്കിലും ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നു എങ്കിൽ ഈ സമ്പ്രദായത്തിന്റെ അല്ല. ആക്കെ സമ്പ്രദായ വിരുദ്ധര് ചെയ്യുന്നതാ. അവരെയൊക്കെ നിയമപരമായി ഉന്മൂലനം തന്നെ നാശം വരുത്തുക തന്നെ വേണം. പണ്ടത്തെ നിയമമാണെങ്കിൽ അവരെയൊക്കെ അതായത് ഗുരുസമ്പ്രദായം വെട്ടിക്കൊല്ലും. പണ്ടത്തെ സമ്പ്രദായമാണെന്ന് വെച്ചാൽ ഈ സമ്പ്രദായങ്ങൾക്കെതിരാണ്. തെറ്റാ ചെയ്യുന്നേ, മഹാപാപ ചെയ്യുന്നേ. അവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം ഇവനെയും കൂടി അങ്ങനെ കാണും. അതുകൊണ്ട് പണ്ട് ഗുരുക്കന്മാര് സമ്പ്രദായ വിരുദ്ധമായി കാര്യം ചെയ്ത് അപ്പൊ വെട്ടും. അതാണ് ഈ നരബലി എന്നൊക്കെ പറഞ്ഞിരുന്നത്. കാരണം അന്ന് നിയമം ഉണ്ടായിരുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ ഗുരുക്കന്മാർക്ക്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നീതിന്യായ വ്യവസ്ഥയാണ് നിശ്ചയിക്കുന്നത്. ഇവിടെ സംവിധാനം ഉണ്ട്. ആ വ്യവസ്ഥയ്ക്ക് നിശ്ചയിക്കാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊക്കെ ഇതൊന്നും ഇങ്ങനെ അല്ല എന്ന് പറയാനേ പറ്റുള്ളൂ. നമ്മളത് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. അല്ല എന്ന് പറഞ്ഞു കൊടുക്കാം. അതിൽ പോയി ചാടുന്നതിന് പ്രശ്നം എന്താ വെച്ചാൽ ചെയ്തോട്ടെ. അപ്പൊ അതുകൊണ്ട് പഞ്ചമകാര സാധന എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ ഒരു കാര്യമല്ല. സന്ദീപാനന്ദ സ്വാമിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹത്തിന്റെ മുദ്ര എന്ന ഒരു വ്യാഖ്യാനത്തിന്റെ വ്യക്തമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹം ചിന്മയാനന്ദ സ്വാമിയുടെ കൂടെ കുറച്ചു കാലം പോയിട്ട് ബ്രഹ്മചര്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയി എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം കാശികാനന്ദ സ്വാമി ആരാണ് അദ്ദേഹത്തിന് സന്യാസം കൊടുത്തെന്ന് പറയുന്നു. അങ്ങനെ അതൊന്നും നമ്മളെന്നെ നിഷേധിക്കുകയല്ല. അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റൊന്നും അദ്ദേഹത്തെ കുറിച്ച് പറയാത്തത്. അദ്ദേഹത്തിന്റെ ദീക്ഷയോ സമ്പ്രദായമോ ഒന്നും നമുക്ക് വിഷയമല്ല. അതിന് ഈ സമ്പ്രദായത്തെ കുറിച്ച് അറിയില്ല എന്നുള്ളത് 100% 200% കയറ്റിക്കൊണ്ട് പറയാൻ നമുക്ക് പറ്റും. ഈ സമ്പ്രദായത്തെ കുറിച്ച് സന്ദീപാനന്ദ ഗിരിസ്വാമികൾക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇവിടെ ചിദാനന്ദ ഗുരുസ്വാമികൾക്ക് ഈ സമ്പ്രദായത്തെ കുറിച്ച് അറിയോ? അറിയില്ല. സത്സ്വരൂപൻ സരസ്വതിക്ക് അറിയോ? അറിയില്ല. അമൃതാനന്ദമയി ദേവിക്ക് അറിയണ്ടായിരിക്കോ? അറിയണ്ടായിരിക്കില്ല. അപ്പൊ അത്തരം ആളുകളോട് പഞ്ചമകാര സാധനയെ കുറിച്ച് ചോദിക്കരുത്. ചോദിച്ചാൽ അവരുടെ വായിൽ നിന്ന് വരുന്നത് വിശ്വസിക്കാനേ നിങ്ങൾക്ക് തരുള്ളൂ. അത് പറ്റില്ല. അതാത് സമ്പ്രദായക്കാരോട് ചോദിക്കൂ. ആയുർവേദത്തിന്റെ കാര്യം ആയുർവേദ ഡോക്ടറോട് ചോദിക്കാൻ പറ്റുള്ളൂ. അലോപ്പതിന്റെ കാര്യം ചോദിച്ചാൽ ഇയാൾ കാണുന്നത് തെറ്റായിരിക്കും ചിലപ്പോൾ. ഇനി അലോപ്പതിക്കാണ് ആയുർവേദം ചോദിച്ചാലോ ആയുർവേദം തല്ലിപ്പൊളിയാന്നാ പറയാ. നീ അത് ഹോമിയോപ്പതിയോട് ചോദിച്ചാലോ അവന്റെ ശരി മറ്റൊക്കെ മോശമാന്നാ പറയാ. ഇതന്നെയാണ് ഈ സമ്പ്രദായത്തിൽ. പക്ഷെ നമ്മൾ പറയാൻ ശ്രമിച്ചത് ഏതെങ്കിലും ഒന്ന് ശരി എന്നല്ല. ഇതിലൊക്കെ ശരികളുണ്ട്. എല്ലാവരും ശരികളുണ്ട്. അല്ലാണ്ട് ഒന്ന് ശരി, വാമാചാരം മാത്രം ശരി എന്നല്ല നമ്മൾ പറയാൻ ശ്രമിച്ചത്. കാരണം അങ്ങനെ ഒന്ന് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരാളല്ല നമ്മൾ. നമ്മളെ ആശ്രയിക്കുന്നവർക്ക് അവർ നമ്മളിൽ നിന്ന് കിട്ടുമെന്ന് കരുതി വരുന്ന ആ ശാസ്ത്രം എന്തായാലും ശരി, അത് കലർപ്പില്ലാതെ പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിക്കാറ്. അതിന്റെ പണ്ഡിതനാണെന്നും പറയണില്ല. നമുക്ക് അറിയുന്നത് ഗുരുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് അറിയുന്നത് പകർന്നു കൊടുക്കുകയാണ്. അല്ലാണ്ട് ഒന്നും തെറ്റാന്ന് പറയില്ല. വൈദികാചാരം വൈദികത്തിന്റെ വീക്ഷണത്തിൽ ശരിയാണ്. ശൈവത്തിന്റെ വീക്ഷണത്തിൽ ശരിയാണ്. ശാക്തേയത്തിന്റെ വീക്ഷണത്തിലും വൈദികത്തിന്റെ വീക്ഷണത്തിലും വേദാന്തത്തിന്റെ വീക്ഷണത്തിലും യോഗപത്തിൽ അതാതിന്റെ വീക്ഷണത്തിലും ഗോത്രാചാരം മലബാര സമ്പ്രദായ ട്രൈബൽ തന്ത്രമൊക്കെ അതിൻ്റെതായ വീക്ഷണത്തിലും അത് ശരികളാണ്. ഒന്ന് മറ്റൊന്നിനെ മോശപ്പെടുത്തുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അത് തന്നെ അറിഞ്ഞു പറയണം. സന്ദീപാനന്ദ ഗിരിസ്വാമിയെ ഇപ്പോൾ ആളുകളൊക്കെ മറ്റ് വിഷയങ്ങൾ രാഷ്ട്രീയം പറയുന്നത് പോലെ തന്ത്രത്തിലും വാമാചാരത്തിലും കൈ കടത്താതിരിക്കുന്നതാണ് അവർക്ക് നന്നായിരിക്കുക. കാരണം അവരൊക്കെ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം പോലും അവരുടെ സമ്പ്രദായ പ്രകാരം തെറ്റാണ്. വേദാന്ത പാരമ്പര്യം പിൻപറ്റുന്നവർക്ക് രാഷ്ട്രീയം പറയാൻ പറ്റുമോ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് പറ്റില്ല എന്നാണ്. കാരണം അവരിതൊക്കെ ഉപേക്ഷിച്ചില്ല. സന്യാസം സ്വീകരിക്കുന്ന ശിഖയും പൂണൂരും ഉപേക്ഷിച്ചാൽ കർമ്മം ഉപേക്ഷിച്ചില്ലേ? അല്ലെങ്കിൽ പിന്നെ ദണ്ഡ് പിടിച്ചു നടക്കണം, അതും ഇല്ല. അപ്പൊ കർമ്മം ഉപേക്ഷിച്ചവർ രാഷ്ട്രീയം പറയുന്നു. കർമ്മം ഉപേക്ഷിച്ചവർ വേണ്ടാത്ത വിഷയത്തിലൊക്കെ തലയിടുന്നതിന് വേണ്ട താന്ത്രിക പദ്ധതിയിലെ സന്യാസവും കൗളാശമൊന്നും അങ്ങനെയല്ല.
ഞങ്ങൾ ഭൗതികത ഉപേക്ഷിച്ച പാരമ്പര്യമല്ല. ഭൗതികത എന്നൊരു കാഴ്ചപ്പാട് ആത്മീയത എന്ന കാഴ്ചപ്പാട് വേറെ വേറെ കാണാത്തവരാണ്. ഞങ്ങൾക്ക് ഒന്ന് വേറെ ഇല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ആ സമ്പ്രദായമുള്ളവർക്ക് പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വിഷയം തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അറിയാത്ത വിഷയങ്ങളിൽ പരമാവധി അഭിപ്രായം കുറയ്ക്കുക. അറിയുന്നത് പറഞ്ഞോളൂ. പത്രത്തിലും വാർത്തകളിലും പാർട്ടി ക്ലാസ്സുകളിലൊക്കെ കിട്ടുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ സംസാരിക്കാം. ഏത് രാഷ്ട്രീയം കൊണ്ടെടുക്കുന്ന സന്യാസിമാർക്ക് സംസാരിക്കാം. അല്ലാതെ ഒരിക്കലും ഇത്തരം വിഷയങ്ങളിൽ പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കരുത്. കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മര്യാദ നിങ്ങളുടെ ധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നതായിരിക്കും. പക്ഷെ ഞങ്ങൾക്കൊന്നും അങ്ങനെയല്ല. ഞങ്ങൾക്ക് സീമ വെച്ചിട്ടില്ല. ഇന്നത് എന്നത് പറയരുത്, ഇന്നത് വിളിച്ചോളൂ, ഇന്നത് കേട്ടോളൂ ഒന്നും സീമയില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ പലതും നമ്മുടെയൊക്കെ ഭാഗത്തുനിന്നും പറയേണ്ടി വരും. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഒരു അഭ്യർത്ഥനയാണ് നമുക്കൊക്കെ വെക്കാനുള്ളതാണ്. തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ ആളുകൾ അറിവ് എന്താ സത്യം എന്താ ശരിയെന്ന് അറിയാണ്ട് ഇങ്ങനെ അലഞ്ചുകൊണ്ടിരിക്കുക. അവരൊന്നും ബുദ്ധിമുട്ടിലാക്കരുത്. അതുകൊണ്ട് ചോദ്യകർത്താവിനോടും പറയാനുള്ളത്, പഞ്ചമകാരങ്ങൾ പ്രത്യക്ഷവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ആത്മീയതും ഭൗതികതയുമായി വീക്ഷണമുണ്ട്. അതൊരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. രണ്ടും ചേർന്നാണ് കവള. രണ്ടും വേണം, ഒന്നുണ്ടായിട്ട് കാര്യമില്ല. പലപ്പോഴും ഇവിടുത്തെ കുറേ ആളുകൾ, പരമ്പരാഗതമായിട്ടുള്ള കുറേ ജാതി സമുദായങ്ങളൊക്കെ ഇത്തരം ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പൂജ നടത്തിയവരാണ്. എന്നിട്ട് അവർ എന്തുകൊണ്ട് ഉന്നതിയിൽ എത്തിയില്ല ചോദിച്ചാൽ അവർക്ക് കർമ്മം ഉണ്ടായി എന്നല്ലാണ്ട് അതിന്റെ ആത്മീയത ഉണ്ടായില്ല. ആർക്കും ആത്മീയത ഉണ്ടായില്ല. ആത്മീയത വൈദികന്മാർക്ക് നഷ്ടപ്പെട്ടപ്പോൾ ശങ്കരാചാര്യ സ്വാമികളിലൂടെ ഉണ്ടായി. എന്നാൽ മറ്റു ഭൂരിപക്ഷ സമൂഹത്തിനോ ഇപ്പൊ നാരായണ ഗുരുദേവനെ പോലുള്ളവർ വന്നപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹവും തന്നെ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇതിനൊക്കെ വേണ്ടത് ചേർത്ത് കൊടുത്ത് ആത്മീയത ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ തരത്തിലൊരു ഉന്നതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടായത് മറ്റൊരു വേദിക് കൾച്ചറിന്റെ ഭാഗമായിട്ടൊരു ഒരു സിസ്റ്റം ഉണ്ടായി. എന്നല്ലാണ്ട് ഒരു മാറ്റം, വലിയ മാറ്റമൊന്നുമില്ല സമൂഹത്തിൽ. മറ്റ് നാരായണ ഗുരുദേവന്റെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഓക്കെ ആത്മീയതയിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മറ്റ് സമൂഹങ്ങൾക്ക് നഷ്ടപ്പെട്ട ആധ്യാത്മിക മണ്ഡലം മാത്രമാണ്. അതിന്റെ ഭൗതികതയിൽ ആധ്യാത്മികത പകർന്നു കൊടുത്തിരുന്നെങ്കിൽ അത് ഉത്കൃഷ്ടമായി നിലനിന്നേനെ. അതിനൊക്കെയാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. ഒന്നും തള്ളിക്കളയുകയല്ല. അതിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യത്തിൽ എന്ത് നഷ്ടപ്പെട്ടു? ആധ്യാത്മിക വശം, യോഗതത്വം നഷ്ടപ്പെട്ടു. അതിനെ കൊടുക്കുക. നമ്മൾ കൊടുക്കുന്നതല്ല, അവർക്ക് അറിയില്ല. അത് കൊടുത്താൽ അവർ ഉത്കൃഷ്ടത തന്നെയാണ്. എന്നും ഉത്കൃഷ്ടത. പക്ഷെ അത് അറിയുമ്പോൾ മറ്റുള്ളവർക്കൊപ്പം നിൽക്കാൻ പറ്റും. ഇംഗ്ലീഷുകാരനോ ഹിന്ദിക്കാരനോ മലയാളി തമിഴനോ എന്നുള്ളതല്ലോ. അവന്റെ അറിവില്ലേ? അറിവാണ്. പരസ്പരം പറയുമ്പോൾ അങ്ങോട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അതങ്ങോട്ട് പരിഹരിച്ചു കൊടുത്താൽ മതി. ആ പരിഹരിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ ആത്മീയ ദർശനങ്ങളും ആത്യന്തികമായി അനുകമ്പയും സ്നേഹവും സൗഹാർദ്ദവും ഐക്യമൊക്കെ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതല്ലാതെ പോകുന്നത് ഇത്തരത്തിലുള്ള സ്വാർത്ഥന്മാരുടേതായിരിക്കുന്ന ചില കാഴ്ചപ്പാട്, തൻ്റേത് ശരി മറ്റേ തെറ്റ് എന്നുള്ളതാണ്. അത് കണ്ണ് കാണാത്തവർ ആനയെ കണ്ട പോലെയുള്ള പ്രകൃതമാണ്. കണ്ണ് കണ്ടവർ ആനയെ കണ്ട് പറയട്ടെ ആന എന്താണെന്നുള്ളത്. അല്ലാത്തവർ ആനയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് ചോദിക്കാതെ സന്ദീപാനന്ദ സ്വാമികളായാലും ശരി, ഏത് മഹോന്നത സ്വാമികളായാലും ശരി, ആചാര്യന്മാരായാലും ശരി, ഈ സമ്പ്രദായത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരമെന്ന് നിങ്ങൾ ചോദിക്കണം. ഈ സമ്പ്രദായത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അറിയാം? നിങ്ങളുടെ ഗുരുവിന് ഇതിനെക്കുറിച്ച് അറിയാം? നിങ്ങൾ ഈ പാരമ്പര്യമുണ്ടോ? എങ്ങനെയാണ് നിങ്ങളിത് രുചിച്ചിട്ടുണ്ടോ? ആരാന്റെ വീട്ടിലെ മീൻചാറ് ഉപ്പാണെന്ന് കൂടുതലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊട്ട് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തൈര് സാദം ഉപ്പ് കൂടി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തൊട്ട് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയും ബോധവും പ്രേക്ഷകർക്ക് ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഈ ഹൈന്ദവ ധർമ്മ വിശ്വാസത്തെ പിൻപറ്റുന്ന ആളുകൾക്ക് ഉണ്ടാവട്ടെ. ഉണ്ടായാൽ നിങ്ങൾക്ക് നല്ല. അല്ലെങ്കിലോ ഇത്തരം ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ അവരുടെ രീതിക്ക് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം ചത്ത ജീവിതമാക്കും. നിങ്ങൾക്ക് നിങ്ങളായി ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളായി ജീവിക്കുക. ഭൂരിപക്ഷ ജനതയ്ക്ക് അവരായി ജീവിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം, ആ അർത്ഥത്തിലൊരു മാർഗം ഈ പഞ്ചമകാരങ്ങൾ തന്നെയാണ്. അല്ലാത്ത ആളുകൾക്കോ മറ്റുള്ള വൈഷ്ണവ മാർഗങ്ങളും തന്നെയാണ് ഉത്തമം. ഒന്നും അശ്രേഷ്ഠമല്ല, എല്ലാം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ സ്വാമികണ്ണന്റെ കഥ നമ്മൾ കൂടുതലൊന്നും പറയാത്തതിന് കാരണം പറഞ്ഞു ഉണ്ടെങ്കിൽ ഇതിന് സ്വാമികണ്ണൻ പണ്ട് അറിവില്ലാത്ത കാലത്ത് പറഞ്ഞു വെച്ചതായിരിക്കാം. അറിവുള്ള സ്വാമികണ്ണത്തിനൊന്നും എതിരല്ല. പശുമാംസത്തെക്കുറിച്ചും മാംസം കഴിച്ചതിനെ കുറിച്ചൊക്കെ സ്വാമിജി എന്താ പറയുക നമുക്ക് എല്ലാവർക്കും അറിയാം. കൊടുങ്ങല്ലൂർ വന്നപ്പോൾ ഉണ്ടായ കാര്യം നമുക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാതെ എന്ന കാര്യമൊക്കെ, ബംഗാളിലെ ബ്രാഹ്മണനെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ. അതിലേക്കൊന്നും കടക്കുന്നില്ല. തീറ്റയും കുടിയുമല്ല ആത്യന്തിക ലക്ഷ്യം, എന്നാൽ തീറ്റയും കൂടി നിഷേധിച്ചതുമല്ല ഈ ധർമ്മ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനം കരുനീലമ്മയും മുത്തിവറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ ഹരി നമ ചണ്ടാള രൂപായ ഗുരു ഋഷിപാദകാം പൂജയാമി. ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.